ഹലോ ഗായ്സ്, ഞാനിങ്ങനെ ഇപ്പം നമ്മൾ ന്യൂജേഴ്സിയിലാണ്. ന്യൂജേഴ്സി ഏതാ കറക്റ്റ് സിറ്റി എന്ന് തന്നെ എനിക്കറിയില്ല. ഇതെനിക്ക് തോന്നുന്നത് ഇതൊരു എന്താണ് ഈ പിസ്കാറ്റവേ അങ്ങനെയൊക്കെ പറയുന്ന സ്ഥലം, ഒരു സെൻട്രൽ ജേഴ്സി എന്ന് പറയാം സ്ഥലങ്ങൾ. അപ്പം ഞാൻ പണ്ട് ഇവിടെയൊക്കെ ആയിരുന്നു, ഈ ഏരിയയിലൊക്കെയാണ് കോളേജിലൊക്കെ പോയത്. അങ്ങനെ പരിചയമുള്ള സ്ഥലമാണ്. എക്സാക്ട്ലി ഈ സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ വിസിറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഹോണ്ട സിവിക്ക് എടുത്തിട്ട് ഞാനിപ്പോൾ ഒന്ന് ഇതുവഴിയൊക്കെ ഒന്ന് കറങ്ങുക. അല്ല, ന്യൂജേഴ്സി കണ്ടോ? അപ്പോൾ ഞാൻ കാലിഫോർണിയയിലൊക്കെ പല വീഡിയോകൾ ഇട്ടുണ്ടല്ലോ, പക്ഷേ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റാണ് ന്യൂജേഴ്സി. അല്ല, നല്ല ഗ്രീനാണ് ഫുള്ള്. പിന്നെ കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു വില്ലേജ് വില്ലേജ് എന്നല്ല, നമ്മുടെ ഒരു കൺട്രി സൈഡ് അങ്ങനത്തെ ഒരു സ്റ്റൈലാണ് ന്യൂജേഴ്സിയെ കൂടുതലേ. ഇവിടെ സിഗ്നൽസൊക്കെ ഉണ്ടല്ലേ, സിഗ്നൽസൊക്കെ കുറച്ചുകൂടെ ഒരു വ്യത്യാസമുണ്ട്. ലൈറ്റിൻ്റെ ടോൺ തന്നെ കുറേ മാറ്റമുണ്ടേ. ഞാൻ എൻ്റെ പല വീട്ടിലും പറയാറുണ്ടല്ലോ, ഓരോ സ്ഥലത്തെയും ഇപ്പം നമ്മൾ കാലിഫോർണിയയിൽ തന്നെ ഓരോ ഡിഫറെൻറ്റ് സിറ്റികളിൽ പോയി കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഒരു സ്റ്റൈലാണേ. ഇതല്ലേ ഇവിടുത്തെ ഒരു ഹൈസ്കൂളും കണ്ടോ, അല്ല മിഡിൽ സ്കൂളാണ് ഇത് കാണുന്നത്. മൊത്തത്തിൽ ഇങ്ങനെ പോന്നു. കുറച്ച് ഇങ്ങനെ ടയർഡാണ് നമ്മുടെ ഈ ഉറക്കം. ഇന്ന് ട്രെയിനിലാണ് ഞാൻ വന്നത് രാവിലത്തെ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ആ ട്രെയിനിൽ വന്നു, എനിക്ക് വണ്ടി പിക്ക് ചെയ്തു. പഴയ കുറച്ച് മെമ്മറീസാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഏരിയയൊക്കെ. ഞാൻ ന്യൂജേഴ്സിയിലുണ്ടായിരുന്നപ്പോൾ എനിക്ക് കാറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കങ്ങനെ വലിയൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇതിലൂടെയൊന്നും നമുക്കധികം ഡ്രൈവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറച്ചൊക്കെ ചെയ്തായിരുന്നു. അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് ലൈസൻസൊക്കെ ആയി. പിന്നെ നമ്മൾ സ്റ്റുഡൻ്റ് ആയിരിക്കും, നമ്മൾ കാറൊന്നും ഞാൻ മേടിച്ചില്ലേ. അപ്പോൾ എനിക്ക് മെയിനായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത എക്സ്പീരിയൻസ് ഇവിടെയാണ്, ഈ മറ്റേ കാലിഫോർണിയ സൈഡ്. അങ്ങനെ ഇവിടുത്തെ റോഡുകളുണ്ടല്ലോ, ഈ ലെഫ്റ്റ് ഒള്ളി ഭയങ്കരമായിട്ടുണ്ട്. ഇങ്ങനെ റോഡിൻ്റെ നടുവിൽ ലെഫ്റ്റ് ഒള്ളി അങ്ങനെയുണ്ടേ. അപ്പോൾ നമ്മൾ അതൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഭയങ്കര നാരോ റോഡ്സാണ് ന്യൂജേഴ്സിയിൽ മിക്കതും. പിന്നെ ഇതൊക്കെ അവരുടെ ഒരു കുഴപ്പമില്ലാത്തൊരു മെയിൻ റോഡാണല്ലേ. ഇത് കണ്ടല്ലേ ഇപ്പോൾ അവിടെ എഴുതിക്കുന്നുണ്ടല്ലേ, ഒരു സൗത്ത് മിഡിൽസെക്സ് കൗണ്ടീൻ്റെ ഒരു മെയിൻ റോഡാണിത്. നമ്മുടെ നാട്ടിലത്തേക്ക് ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. നാട്ടിലത്തേക്ക് മെയിൻ റോഡ്സൊക്കെ പോലെയാണ് ഇവിടുത്തേത്. ഇതല്ലേ ആൾക്കാരൊക്കെ വീടുകളൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനത്തെ ഒരു സ്റ്റൈലാണ് വീടുകളൊക്കെ. ഇതിപ്പോൾ ഞാൻ എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണേ. അതൊരു 20 minutes ഡ്രൈവാണ്. അപ്പോൾ അത് എത്തുന്നതിന് മുമ്പ് ഞാൻ അവിടെ ഒരു സ്റ്റോറിൽ കയറുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റോറിലോട്ടുള്ള ഒരു ഷോപ്പ് റൈറ്റ് എന്ന് പറഞ്ഞ സ്റ്റോറാണ്. എനിക്ക് കുറച്ച് അവിടുന്ന് സാധനമൊക്കെ മേടിക്കാനാണേ. ഇപ്പോൾ അങ്ങനെ അല്ല, റോഡൊക്കെ ഉണ്ടല്ലേ ഭയങ്കര വ്യത്യാസമാണ്. നമ്മൾ കാലിഫോർണിയയിൽ നിന്ന് ഡ്രൈവ് ചെയ്തിട്ട് ഇവിടെ ഡ്രൈവ് ചെയ്യുമ്പോഴേ നമ്മൾ പിന്നെ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാലേ, US എന്ന് പറഞ്ഞാൽ അത്രയും വലിയ കൺട്രി ആണല്ലോ. ഇപ്പം നമ്മൾ നേരെ തിരിച്ച് ആലോചിച്ചാൽ മതി. ഇപ്പം ഇന്ത്യയിലൊക്കെ ഇപ്പം നമ്മളെവിടെയെങ്കിലും വേറെ ഇപ്പം നോർത്ത് ഇന്ത്യയിലോ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡിഫറെൻ്റ് അല്ലേ, റോഡ്സും എല്ലാം മാറുമല്ലോ. അത്രയ്ക്കൊരു വ്യത്യാസമൊന്നും ഇവിടെ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാലേ. കാരണം എല്ലാം കുറേയൊക്കെ ഒരു സിമിലാരിറ്റി ഉണ്ടേ. ഇതിപ്പോൾ എനിക്കൊന്ന് ഈ ഹൈവേ എടുക്കാനാണ് പറയുന്നത്. ഇത് പക്ഷേ ഈ ഗൂഗിൾ മാപ്പ് അങ്ങനെ കാര്യമായിട്ട് പറയുന്നില്ല. ഞാനിപ്പോൾ നമ്മൾ ഈ ടെസ്ലയിൽ ഓടിച്ചോടിച്ചേ, ഇതിപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് ഓടിക്കാൻ കുറച്ച് ചലഞ്ചിങ് എനിക്ക്. ഇതിപ്പോൾ ഞാൻ സൗണ്ട് ഇട്ടിട്ടുണ്ട്, പക്ഷെ സൗണ്ട് എനിക്ക് കാര്യമായിട്ട് വരുന്നുമില്ല. ഞാൻ ഈ മാനുവൽ ഡ്രൈവിംഗ് ഇപ്പം കുറേ കാലമായി ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ രസമുണ്ട് കേട്ടോ. നമ്മൾ ഹോണ്ടേൻ്റെ അതല്ല ശരിക്കും റിയൽ ഡ്രൈവിംഗ്. നമ്മൾ ഈ ടെസ്ലയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചുമ്മാ ഞാൻ പെട്ടെന്ന് ചോദിച്ചു പാമ്പാന്ന് ചോദിച്ചു റോഡിൽ. ഇവിടെ കണ്ടില്ലേ ഹൈവേ മെർജിങ് ഒക്കെ ഒരു വേറെ സ്റ്റൈലാണ് അല്ലേ, സൈഡിലോട്ട് ഇങ്ങനെ കയറുവാണേ. ഇതിപ്പോൾ ഒരു ഇൻട്രസ്റ്റേറ്റാണ്. ഇതാണ് ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഈ കാണുന്ന റഡ്ഗേഴ്സ് എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവരുടെ ക്യാമ്പസുകളും കാര്യങ്ങളൊക്കെയാണ്. ഇതിനിപ്പോൾ സ്പീഡ് നോക്കണം, 67 ആണ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ്. എനിക്ക് തോന്നുന്നു 65 കണ്ടാണെന്നാണ് തോന്നുന്നത്. 65 നമ്മുടെ അവിടുത്തെ ആ ലിമിറ്റ് തന്നെയാണ് 65. പിന്നെ കാലിഫോർണിയയിൽ ചില സ്ഥലത്തോട്ട് പോകുമ്പോൾ തന്നെ ഇൻട്രസ്റ്റേറ്റിലൊക്കെ 70 മൈൽസ്. പക്ഷെ ഇവിടെ ആൾക്കാർ നല്ല സ്പീഡിൽ പോകട്ടോ. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ. ആൾക്കാരൊക്കെ ഇവിടെ 90-ലൊക്കെ കോമൺ ആയിട്ട് പോകാറുണ്ട് ഇവിടെ ആൾക്കാർ. ഇതൊക്കെ എനിക്ക് പരിചയമുള്ള സ്ഥലങ്ങളാട്ടോ. എനിക്ക് ഈ പേരൊക്കെ നല്ല ഫെമിലിയർ ആയിട്ട് തോന്നുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് 3 മൈൽസും കൂടെ ഈ ഹൈവേയിൽ പോകണം. അപ്പം ഞാൻ എന്താ പറയുക, ഈ വണ്ടിയിലെ ഇങ്ങനെ ആയതുകൊണ്ടേ ഞാൻ കുറച്ച് കൺസർവേറ്റീവായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. പിന്നെ അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം.
നല്ല രസമുണ്ടല്ലേ ഈ റൂട്ടൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ കാലിഫോർണിയയിൽ ഇങ്ങനത്തെ ഒരു റൂട്ടായിരുന്നെങ്കിൽ ഇങ്ങനെ മരങ്ങളോ ചില സ്ഥലങ്ങൾ നമ്മളിപ്പോൾ അന്ന് പ്ലസൻറ്റണിലൊക്കെ വീഡിയോ ഓർമ്മയുണ്ടോ, പ്ലസൻറ്റൺ ആ സൈഡിലോട്ടൊക്കെ എനിക്ക് തോന്നുന്നത് കുറച്ചൊരു ഈ ഒരു സ്റ്റൈലായിരുന്നേ. പക്ഷേ ഇതിവിടെ മൊത്തത്തിൽ ഇങ്ങനത്തെ ഒരു ഗ്രീനിഷ് ഒരു നല്ല രസമാണ് കാണാനേ. ഇന്നിവിടെ ഇന്ന് നല്ല ചൂടുണ്ട് ശരിക്കും, ഭയങ്കര ഹ്യൂമിഡിറ്റി ആയിട്ട്. ഞാനാണെങ്കിൽ ഒരു സ്വെറ്റ് ഷർട്ടാണ് ഇട്ടേക്കുന്നത്. ഞാൻ എൻ്റെ മോസ്റ്റ് ഓഫ് ദി ഡ്രസ്സ് എൻ്റെ തീർന്നു പോയി. അപ്പോൾ ഇതൊക്കെ വെച്ചാൽ ലാസ്റ്റ് ജീവിക്കുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഡ്രൈവ് ചെയ്യാനൊരു ചെറിയായിട്ടൊരു പേടിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്തൊരു കുറേ കാലമായേ. പിന്നെ നമ്മൾ വേറെ ഒരു സ്റ്റേറ്റിലെ ഒരു ഡ്രൈവിംഗ് ഉണ്ട്, അതിൻ്റെ ഒരു ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് ഇപ്പം ഡ്രൈവ് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് 1.6 മൈൽസും കൂടി ഉണ്ട് ഗൈസ്. ഇതില്ലേ നമ്മളിപ്പം ന്യൂജേഴ്സിയിലൊരു സ്റ്റോറിലാണ്. ഞാനിവിടുന്ന് നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സോ അങ്ങനെ എന്തെങ്കിലും മേടിച്ചാലോ നോക്കുവാണേ. എവിടെ ഉള്ളതെന്നാണ് ഞാനിങ്ങനെ നോക്കണേ. ഇത് ഷോപ്പ് റൈറ്റ് എന്ന് പറയും ഇതിൻ്റെ പേര്, ഈ കടേൻ്റെ. കോഫി കം ക്യാൻഡി വേറെ ഇവിടെ ഉണ്ടാവും. ഇത് നമ്മുടെ അവിടുത്തെ ഒരു സേഫേ ഒക്കെ പോലത്തെ ഒരു കടയാണേ. സേഫേ ആ ഒരു സ്റ്റൈലാണ്. ഇവിടെയുണ്ട് കുറേ ചോക്ലേറ്റ്സ് ഉണ്ട്. ഇതിപ്പം ഗൈസ് ഞാനേ ഒരു ഷോപ്പിൽ കയറിയായിരുന്നേ. ഷോപ്പ് റൈറ്റ് എന്ന് പറയും. ഷോപ്പ് റൈറ്റിൽ കയറി കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചു. എന്നിട്ട് ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവുക. എന്നൊക്കെ ആ ഏരിയയിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നൊരു 2 മിനിറ്റ്സ് ആണ് കാണിക്കുന്നത് നമുക്ക് ടൈം. ഹോപ്പ്ഫുള്ളി പെട്ടെന്ന് തന്നെ എത്തുമായിരിക്കും. എനിക്ക് തോന്നുന്നു ഓരോ റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റികളൊക്കെ ആണെന്നാണ് തോന്നി കണ്ടിട്ടെ ഈ സൈഡിലോട്ടൊക്കെ. ഇവിടെ നമ്മുടെ ഈ കാലിഫോർണിയയിലെ പോലെ ടെസ്ലകളൊന്നും തീരെയില്ല. എനിക്ക് തോന്നുന്നത് ഞാനൊരു 3-4 ടെസ്ല എങ്ങാണ്ടേ കണ്ടുള്ളൂ. നമ്മുടെ കാലിഫോർണിയയിൽ ഞാൻ പറയാറുള്ള പോലെ അവിടെ ഒരു സിഗ്നലിലുണ്ടെങ്കിൽ ആ ഒരു സെയിം കളർ സെയിം മോഡൽ ടെസ്ല ഒരു 3-4 കാണും മിനിമം. അത്രയും കോമൺ ആണ്. അത് മെയിൻലി എനിക്ക് തോന്നുന്നത് വെച്ചാൽ ആൾക്കാരുടെ ഒരു ടെക് സൈഡും ഉണ്ട്. അവിടെ കാലിഫോർണിയയിലുള്ള ആൾക്കാരെല്ലാം ടെക് കണക്റ്റഡ് ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും ടെസ്ലയൊക്കെ ഇങ്ങനെ മേടിക്കും. പിന്നെ ടെസ്ലയുടെ ഹബ്ബാണല്ലോ കാലിഫോർണിയ. ഇപ്പോൾ ഓസ്ട്രേലിയയിലോട്ട് ഹെഡ് ക്വാർട്ടേഴ്സ് മാറ്റിയെങ്കിലും കാലിഫോർണിയ ആയിരുന്നല്ലോ എല്ലാം മെയിനായിട്ടെ. ഇവിടെ നമ്മൾ ലെഫ്റ്റ് ഇവിടെ നിന്ന് എടുക്കണം. ക്രൗൺ റോഡ് എന്ന് പറഞ്ഞ നോട്ടെ, അതാണ് ഈ ലെഫ്റ്റ്. ഓക്കെ, ക്രൗൺ റോഡ് നമ്മുടെ അക്കരയിലെ ആ മൂവിയിലെ പോലെയുള്ള ക്രൗൺ റോഡ്. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ഈ വീട്ടിൽ. എൻ്റെ ഫ്രണ്ടിൻ്റെ ഇവർ പുതിയൊരു വീട് മേടിച്ചാണേ. അപ്പോൾ എനിക്ക് കറക്റ്റ് അറിയില്ല എവിടെയാണ്. എനിക്കിന്ന് കുറച്ചുകൂടെ പോകണമെന്നാണ്. 0.3 മൈൽസ്. രസമുണ്ടല്ലേ ഈ ഏരിയയൊക്കെ. ഇതൊക്കെയല്ല വീടുകളുണ്ട് ന്യൂജേഴ്സിയിലുള്ള കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ വീടുകളിലൊക്കെ അടിയിൽ ബേസ്മെൻ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമുക്ക് കാലിഫോർണിയയിൽ ഇല്ലാത്തൊരു സംഭവമാണ്. കാലിഫോർണിയ ഈ എർത്ത്ക്വേക്കും അങ്ങനത്തെ പ്രോൺ സോൺ ആയതുകൊണ്ട് ഈ ബേസ്മെൻറ്റില്ല. ബേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ താഴോട്ടൊരു -1 ലെവലൊക്കെ പോലെ. നമ്മുടെ നാട്ടിലൊക്കെ പാർക്കിംഗ് ഇതൊക്കെ ഉണ്ടല്ലോ, അണ്ടർഗ്രൗണ്ട് പാർക്കിങ്, അതൊക്കെ പോലത്തെ ഒരു സ്ഥലമാണ്. എനിക്ക് നല്ലൊരു ഏരിയ കേട്ടോ അത്. കാരണം നമ്മൾ ഈ വീട് കാണുന്നത് അതിന് താഴോട്ട് അത്രയും സ്പേസ് എല്ലാ വീടുകൾക്കും ഉണ്ട്. വാവ്, നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. ഭയങ്കര ഒരു വുഡ്സൊക്കെ ആയിട്ട്. അതൊക്കെയാണ് ന്യൂജേഴ്സിയിലെ ഒരു കാര്യം. ഇതെനിക്ക് തോന്നുന്നത് ഇതൊരു ഡെഡ് എൻഡ് പോലെയാണ് കണ്ടിട്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വീട് ഹലോ ഗൈസ്, ഇതിപ്പോൾ ഞാൻ ന്യൂജേഴ്സിയിൽ ഒരു സോമർസെറ്റ് എന്ന് പറഞ്ഞൊരു സിറ്റിയിലാണേ, സോമർസെറ്റ് സിറ്റി. അപ്പോൾ ഇവിടെ ഒരു സീറോ മലബാർ ചർച്ച് ഉണ്ട്. സീറോ മലബാർ ചർച്ച് ഒരു വലിയൊരു പള്ളിയാണ് അവിടെ അമേരിക്കയിലെ. ഇവിടെ തന്നെ ഈ പാരിഷിലുള്ള ആൾക്കാർ ഇവിടെ പണിതാണ് ഈ പള്ളി. എന്ന് വെച്ചാൽ സാധാരണ കുറേ കേസിൽ ഇവിടെ പള്ളി മേടിച്ചിട്ട് റെനോവേറ്റ് ചെയ്യലും അങ്ങനത്തെയൊക്കെ ഒരു പരിപാടിയുണ്ട്. പക്ഷേ ഇവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സ്ഥലം മേടിച്ചിട്ട് എന്നിട്ട് പണിതു. ഇവിടെയാണ് ആ പള്ളി കേട്ടോ. ഞാൻ ഈ പള്ളിയിൽ കുറേ പോയിട്ടുള്ളതാണേ. പക്ഷേ അങ്ങനെ ഞാൻ ചെറുതായിട്ട് സ്ലോ ആക്കാം അല്ലേ. സീറോ മലബാർ ചർച്ച് കണ്ടോ. അപ്പോൾ അധികം നിർത്താൻ പറ്റില്ല കാരണം ബാക്കിൽ വണ്ടിയുണ്ട്. നല്ലൊരു പള്ളിയാണേ. ഫുൾ മലയാളികളാണ്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണേ. കുറേ ഫാമിലീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നൊരു 10, കറക്റ്റ് എനിക്കും അറിയില്ല, 200-300 ഫാമിലീസ് മിനിമം ഉണ്ടാവും ഇവിടെ. വലിയ പള്ളിയാണ്.
അപ്പോൾ അങ്ങനെ അതൊരു ഇവിടുത്തെ ഒരു സംഭവം ഞാൻ പറഞ്ഞു വെച്ചാൽ ഇവിടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ നല്ലൊരു സംഭവമാണ്. നല്ലൊരു പള്ളിയിലും പോകാം, സോഷ്യലൈസ് ചെയ്യാനും നല്ലൊരു പ്ലേസാണ് ഈ പള്ളി. ഇപ്പോൾ ഈ സ്ഥലം സോമർസെറ്റാണ്. അപ്പോൾ ന്യൂജേഴ്സി സെൻട്രൽ ജേഴ്സിയിലെ ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ പള്ളിയിലൊക്കെ പോകാനാണ് ഞാൻ പറഞ്ഞപ്പോൾ. പള്ളിയിൽ ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യൻസ് ആണെന്ന് തന്നെ ഇല്ല, പള്ളി ഒരു കണ്ടിരിക്കേണ്ട ഒരു പള്ളിയാണ്. നമ്മൾ മലയാളികൾ പണിതൊരു പള്ളിയാണ്. ഇതൊരു പാർക്കാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഞാൻ പണ്ട് വന്നിട്ടുള്ളൊരു പാർക്കാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ നമ്മൾ എന്തൊക്കെയോ പരിപാടികളൊക്കെ വന്നിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ പഴയ മെമ്മറീസൊക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം കുറേ കാലമായി ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷമായെന്ന് തോന്നുന്നു. ഇപ്പം ഡ്രൈവിങ് വലിയൊരു കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഡ്രൈവിങ് കുറച്ച് സ്മൂത്തായി. എനിക്ക് ഇത് ഈ നാവിഗേഷനോടെ വെച്ചപ്പോൾ കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് വന്നേ. മെയിൻ പ്രശ്നം ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ല, ഈ ചെറിയ റോഡ്സ് ആകുമ്പോഴത്തേനും നമ്മൾ പെട്ടെന്ന് റോഡ് മാറേണ്ടി വരുവേ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് മെയിൻ പ്രശ്നം. നമുക്ക് ഇപ്പോൾ കാലിഫോർണിയയിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതലും നമ്മൾ ഈ ഫ്രീ വേ അങ്ങനെ അങ്ങ് പോവാണല്ലോ. അപ്പോൾ അതൊരു ഭയങ്കര ഡിഫറൻസാണ്. ഇവിടെ കണ്ടില്ല, ഇവിടെ വീടുകളൊക്കെ കുറച്ചുകൂടെ വലിയ വീടുകളുണ്ട് കേട്ടോ. ഈ ഏരിയയിലൊക്കെ കുറച്ചുകൂടെ വലിയ മാൻഷൻ ടൈപ്പ് വീടുകളുണ്ട്. അതെല്ലാം സ്റ്റൈല് മാറ്റമുണ്ട്. ഇവിടുത്തെ ആ വീടുകളുടെ ആ സെക്ഷനൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനെ പല ലൈൻസും അങ്ങനെയൊക്കെയുള്ള ടൈപ്പ് വീടുകളാണേ. ഇപ്പം ഇതൊരു ടെമ്പിളാണ്. അല്ല, ഒരു ടെമ്പിൾ കണ്ടോ അവിടെ, ഇത് ബാലാജി ടെമ്പിൾ എന്ന് പറഞ്ഞു. പക്ഷെ ഒരു വീട് പോലെയാണേ കണ്ടിട്ട്. ചിലപ്പോൾ ഉള്ളിലോട്ടായിരിക്കും. ഇത് ആംവൽ റോഡ് എന്ന് പറഞ്ഞൊരു ഇവിടുത്തെ ഒരു മെയിൻ റോഡാണ്, ആംവൽ റോഡ്. ഇതൊക്കെ ഇവിടുത്തെ ഒരു നമ്മുടെ നാട്ടിലെ സ്റ്റേറ്റ് ഹൈവേ ഒക്കെ പോലത്തെ ഒരു സംഭവമാണ്. സ്റ്റേറ്റ് ഹൈവേ ആണോ? അല്ല, ഡിസ്ട്രിക്ട് ഹൈവേ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ റോഡാണേ. ഗൈസ് ഇത് കണ്ടില്ലേ, ഇവിടത്തേക്ക് വീടുകൾ കണ്ടോ? ഈ സൈഡിലോട്ടൊക്കെ നല്ല എന്ത് രസമല്ലേ ഈ വുഡൊക്കെ ഇങ്ങനെയായിട്ട്. ഞാൻ പറയുന്നില്ല, നമ്മൾ ടെസ്ലയിൽ നിന്ന് വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇതെനിക്ക് ഡ്രൈവ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ സൈഡിലോട്ട് നോക്കുമ്പോഴത്തേനെ ഇവിടെ ഓപ്പോസിറ്റ് വണ്ടി ഒന്ന് വേണമെങ്കിൽ കയറും. ഭയങ്കര റിസ്കി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മാക്സിമം ഒക്കെ റെക്കോർഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നമ്മൾ ആ ടെസ്ലയിലെ ആ 360 വ്യൂ ഒക്കെ നമുക്കിവിടെ. ഇതൊരു വലിയൊരു വീടാട്ടോ ഈ കാണുന്നത്. ഇതൊരു മാൻഷൻ ലുക്കാണ് ഈ വീട്. അങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല. എനിക്കൊന്ന് വലിയൊരു വീടാണ്. ഇത് അതിലും വലുതാണെന്ന് തോന്നുന്നു ഈ വീട് കേട്ടോ. അല്ല, ഈ ഏരിയ ഒക്കെ അത്യാവശ്യമേ അല്ലേ നമ്മുടെ മലയാളികളുടെയൊക്കെ വീട്. ഇങ്ങനത്തെയൊക്കെ മലയാളികളുടെ വീടെങ്ങനാണോ ആർക്കറിയാം. ചിലപ്പോൾ ആയിരിക്കും കേട്ടോ. നമ്മുടെ പള്ളിയൊക്കെ അടുത്തുള്ളതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ പള്ളിയിലുള്ള ഒരു ഫാമിലിൻ്റെ വീട് ഇവിടെ ഉള്ളത്. അതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിങ്ങനെ കിടക്കുകയാണല്ലോ. എല്ലാം ഇങ്ങനെ ഒരേ പോലത്തെ സ്റ്റൈലാണ്. ഇങ്ങനെ ഫുൾ നല്ല ഗ്രീൻ മരങ്ങളാണ്. പിന്നെ ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂയോർക്കിലൊക്കെ പോകണമെങ്കിൽ ട്രെയിനിന് 1 hour 45 minutes 1 hour ഒക്കെ എടുക്കൂടെ. ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര സുഖമാണ്, കൺവീനിയൻ്റ് അല്ലേ. കാരണം നമ്മൾ ന്യൂയോർക്ക് സിറ്റിയിൽ ജീവിക്കുന്ന വേറൊരു സ്റ്റൈലാണ്. നമുക്ക് ഇവിടെ ഒരു നല്ലൊരു ശാന്തമായ ഒരു ലൈഫ് അങ്ങനത്തെ ഇഷ്ടപ്പെടുന്നവർ ഇവിടെ ജീവിക്കാം. പള്ളിയും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഷോപ്സൊക്കെ ഉണ്ട്, ടെമ്പിൾ ഉണ്ടല്ലേ, ടെമ്പിളൊക്കെ ഉണ്ടല്ലേ. ഇവിടെ ഇഷ്ടംപോലെ ടെമ്പിൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ടെമ്പിൾസ് ഇവിടെ വലിയ എന്തൊക്കെയോ ടെമ്പിളുണ്ട് ഈ ന്യൂജേഴ്സിയിൽ. ഞാനങ്ങനെ കാര്യമായിട്ട് പോയിട്ടില്ല. ഞാൻ പറയുന്ന വലിയ ടെമ്പിൾസ് ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാൻ മാസ്റ്റേഴ്സൊക്കെ ചെയ്യുമ്പോൾ അവരൊക്കെ ഇഷ്ടംപോലെ പോകുമായിരുന്നേ ഇവിടെ ടെമ്പിൾസിൽ. അങ്ങനെ ഇതെന്താ ടെസ്ലയാണോ? അല്ല, ടെസ്ലയല്ല. ടെസ്ലയൊന്നും കാണാനേ ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഇതൊരു കനാലുണ്ടല്ലോ ഇവിടെ. ഇങ്ങനത്തെ ഒരു കനാലിൽ ഞാൻ പണ്ട് ഫിഷിങ്ങിന് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ ഒരു 1-2 ഫിഷിനെ കിട്ടുകയൊക്കെ ചെയ്തു ആ സമയത്ത്. എൻ്റെ ഒരു പഴയൊരു ബഡ്ഡി ഉണ്ടായിരുന്നേ, അവന് ഫിഷിങ് ലൈസൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവൻ്റെ കൂടെ പോയിട്ട് ചുമ്മാ ഫിഷിംഗ് ഒക്കെ ചെയ്ത് അതൊക്കെ രസമായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു നല്ലൊരു ഡിഫറെൻ്റ് ഒരു സ്റ്റൈലായിരുന്നു അന്നൊക്കെ. ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് കുറച്ചുകൂടി ബിസിയാണ്. ഇപ്പം ഞാൻ ജോലി ചെയ്യാണ്, ഫാമിലി ഉണ്ട്. അപ്പം അങ്ങനെയും കൂടെയൊക്കെ ആകുമ്പോഴത്തേനെ നമുക്ക് ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കുവാണെങ്കിൽ പണ്ട് നമ്മളിവിടെ ബാച്ചലർ ആയിരുന്നപ്പം, സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോഴേ നമ്മൾ വേറെ കുറേ കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. അന്ന് നമുക്ക് ഇപ്പം ഞാൻ ആലോചിക്കുക, ഫൈനാൻഷ്യലി എന്ന് പറഞ്ഞാൽ നമുക്ക് തീരെ ജീവിച്ചു പോകാനുള്ള വകുപ്പേ ഉണ്ടായിരുന്നല്ലേ. അന്നൊക്കെ ഫീസ് അടയ്ക്കലും അതൊക്കെ ആയിരുന്നേ പരിപാടി. പക്ഷെ എന്നാലും നമ്മൾ ലൈഫ് അന്ന് ശരിക്കും എൻജോയ് ചെയ്യായിരുന്നു ശരിക്കും പറഞ്ഞാലേ. ഇതിപ്പോൾ നമ്മളല്ലേ കുറച്ചിങ്ങനെ ഞാനിങ്ങനെ ഡ്രൈവൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണേ. ന്യൂജേഴ്സി തന്നെയാണ്.
ഇതൊരു റാറിറ്റൺ എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലമാണ്. റാറിറ്റൺ എന്ന് പറഞ്ഞ സിറ്റിയാണ്. നമുക്ക് കുറച്ച് ക്ലൗഡിയൊക്കെ ഒരു സൺഷൈനൊക്കെ അങ്ങനെ കുറച്ച് കുറഞ്ഞു. സിമിലർ റോഡ്സാണ് ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. നമ്മുടെ സെയിം വണ്ടി തന്നെ, നമ്മുടെ ഹോണ്ട സിവിക്ക് തന്നെ. ഇവിടെ കുറച്ചും കൂടി ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലൊക്കെ, വീടുകളൊക്കെ കുറച്ചുകൂടി ഒന്ന് മാറി. ഇപ്പോൾ ഞാൻ പോകുന്നത് ഫ്ലെമിംഗ്ടൺ എന്ന് പറഞ്ഞൊരു സിറ്റിയിലോട്ടാണ്. ഫ്ലെമിംഗ്ടൺ എന്ന് പറഞ്ഞ ആ ഒരു സിറ്റിയിലാണ് എൻ്റെ വേറെ ഒരു ഫ്രണ്ടുള്ളത്. അപ്പോൾ അവൻ്റെ വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ ഈ റൂട്ടാണ് അങ്ങോട്ടുള്ളത്. ഞാൻ ഇങ്ങോട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഫ്ലെമിംഗ്ടൺ എനിക്കത് പണ്ടൊരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു, ഷോപ്പിംഗ് മോൾ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നേ. അവിടെ പോയിട്ടുണ്ട്. അതിപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിപ്പോൾ അതൊക്കെ ഡെമോളിഷ് ചെയ്ത് റെനോവേറ്റ് ഒക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണെന്ന് പറഞ്ഞത്. ഇങ്ങനെ എല്ലാ ലോക്കൽ റൂട്ടാണ്. എനിക്ക് തോന്നുന്നു ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇനിയിപ്പം പെൻസിൽവേനിയയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവൻച്വലി നമ്മളൊരു ഹൈവേയിലോട്ട് കയറാമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ലോങ് ഡ്രൈവാണ് അങ്ങോട്ട്. ഇവിടെ ഈ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ കാലിഫോർണിയയിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോഴേ നമ്മൾ കാലിഫോർണിയ സ്റ്റേറ്റ് വിട്ട് തീരെ പോകാറില്ലേ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റുകൾ ടക്ക് എന്നായിരിക്കും സ്റ്റേറ്റുകളൊക്കെ മാറും. ഇതിപ്പോൾ എന്നാ അത് സ്റ്റോപ്പാണ്. നമ്മൾ ഓപ്പോസിറ്റ് വണ്ടി ഇല്ലെങ്കിൽ നമുക്ക് പോവാം. ഓപ്പോസിറ്റ് വണ്ടി ഇല്ല. ഇതൊക്കെ ഭയങ്കര ഡേഞ്ചറസാണ് ശരിക്കും പറഞ്ഞാൽ. വണ്ടി വരുന്ന നമ്മൾ അറിയൂലേ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ടക്ക് സ്റ്റേറ്റ് മാറും. ഇപ്പോൾ ഞാൻ ന്യൂയോർക്കിലായിരുന്നു, ഇപ്പോൾ ന്യൂജേഴ്സിയിലോട്ട് വന്നു. ന്യൂജേഴ്സിയിൽ നിന്ന് ഇപ്പോൾ പെൻസിൽവേനിയയിലോട്ട് ഞാൻ ഡ്രൈവ് ചെയ്യാം. ആ ഡ്രൈവ് എന്ന് പറയുന്നത് ഇവിടുന്ന് 1.5 മണിക്കൂറങ്ങാണ്ടേ ഉള്ളേ. ഭയങ്കര അടുത്താണ് ഇവിടുന്ന് പെൻസിൽവേനിയ ബോർഡറൊക്കെ. പെൻസിൽവേനിയ അത്യാവശ്യം വലിയ സ്റ്റേറ്റാണ്. പക്ഷേ ഇവിടെ ഈ കണക്ഷൻസ് ഭയങ്കരമാണ്. ഇപ്പം പെൻസിൽവേനിയയിൽ നിന്ന് മേരിലാൻഡിലോട്ട് പെട്ടെന്ന് പോവാം. വെർജീനിയ അങ്ങനെ ഡെലവെയർ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഉണ്ട് അവിടെ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അത്. എല്ലാം ചെറിയ സ്റ്റേറ്റുകളാണ്. പിന്നെ ന്യൂയോർക്കിൻ്റെ അപ്സ്റ്റേറ്റ് ന്യൂയോർക്ക് റൈറ്റ് സൈഡിലൊക്കെ മറ്റേ കണക്റ്റിക്കട്ട്, മെസാച്യുസെറ്റ്സ്, ന്യൂ ഹാംഷെയർ, റോഡ് ഐലൻഡ്, വെർമോണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ സ്റ്റേറ്റ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇലക്ട്രിക് ലൈനൊക്കെ പോകുന്നത് ഒരു ഡിഫറെൻറ്റ് ഹാങ്കറൊക്കെ അല്ലേ. നമ്മളിങ്ങനെ നാട്ടിലൊന്നും കാണാത്തൊരു ടൈപ്പ് സാധനം. ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ റൈറ്റ് എടുക്കണം. മോട്ടുവേ റൈറ്റ്. അവിടെയാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീടുള്ളത് കേട്ടോ. ഓക്കെ. ഇത് വലിയൊരു ട്രാക്ടറാണല്ലോ ബായി വരുന്നത് അവിടെ. ഓക്കെ, കൊള്ളാം അല്ലേ. നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്തി. മോട്ടുവേയിലാണ് അവൻ്റെ വീട്. അപ്പോൾ ശരി ഗൈസ്, അപ്പോൾ ഇതാണ് ആ സ്ട്രീറ്റ്. ഇവിടെ നിന്ന് ഇത്തിരി കുറച്ചുകൂടെ ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ ആ ലൈനിൻ്റെ താഴെ കൂടെ ഇപ്പോൾ ഇത് കണ്ടോ. ഇതിപ്പം നമ്മൾ ആ റൂട്ടിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ടുവേർഡ്സ് പെൻസിൽവേനിയ. നല്ല ഇൻട്രസ്റ്റിങ്. കുറേ സിമിട്രി ഉണ്ട് കേട്ടോ സൈഡിൽ കൂടെ. എന്താ അറിയില്ല, ചിലപ്പോൾ സിമിട്രീസിൻ്റെ ഒരു സ്ട്രീറ്റാണോ ആർക്കറിയാം. ഇവിടെ ഒരു ലൈറ്റ് കണ്ടോ. ഇവിടെയൊക്കെ ഈ ന്യൂജേഴ്സിയിലൊരു പ്രത്യേകതയാണ്, നമ്മൾ സ്ട്രെയിറ്റ് പോകണമെങ്കിൽ നമ്മൾ റൈറ്റ് ലൈനിലാണ് കൂടുതൽ സ്ഥലങ്ങൾ. ഞാൻ ഇവിടുത്തെ ഒരു പാറ്റേൺ ആണ് അത്. കാലിഫോർണിയയിൽ ഞാൻ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് പോകണമെങ്കിൽ കൂടുതൽ ലെഫ്റ്റ് ലൈനിലാണ് നമ്മൾ നിൽക്കുക. ലെഫ്റ്റ് ലൈനിൽ എന്നിട്ട് റൈറ്റ് ഒരു ഡെഡിക്കേറ്റഡ് ലൈന് വേറെ ഇങ്ങനെയൊക്കെ പോകും. അല്ല, പിന്നെ ചിലത് ഡെഡിക്കേറ്റഡ് ലെഫ്റ്റും ഉണ്ട് കേട്ടോ. ഡിപ്പെൻഡ്സ് ഓൺ ദി റോഡിൻ്റെ വിഡ്ത്തും അതെല്ലാം. ഇതിപ്പോൾ എനിക്ക് തോന്നുന്ന സൈഡിൽ കൂടെ പോകുന്ന ഒരു മെയിൻ റൂട്ട് എങ്ങാണ്ടാണെന്നാണ് തോന്നുന്നത്. ഇവിടുത്തെ ന്യൂജേഴ്സി റൂട്ടായിരിക്കും ചിലപ്പോൾ. ന്യൂജേഴ്സി സ്റ്റേറ്റ് റൂട്ടായിരിക്കും. നല്ല ചൂടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. നല്ല ചൂടാണ്. ഇവൻ ഈ വണ്ടിയിൽ ഫുൾ മാക്സ് AC ആണ് ഇട്ടേക്കുന്നത്. മാക്സ് AC ഇട്ടിട്ടും നമുക്കൊരു ഈ റോഡിൻ്റെ പേര് ഓൾഡ് യോർക്ക് റോഡ് എന്നാണ്. ഓൾഡ് യോർക്ക് റോഡ്. ഇപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ പ്രത്യേകിച്ചൊരു ഹൈവേയിലൊന്നും ഇതുവരെ കയറിയിട്ടില്ല. അടുത്ത് തന്നെ കയറുമായിരിക്കും, നമുക്ക് നോക്കാം. പക്ഷെ വലിയ കുഴപ്പമില്ല, നല്ല രസമാണ് ഇങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെ നമുക്കിത് കാണാനും എൻജോയ് ചെയ്യാനൊക്കെ. നല്ല ക്ലിയറാണ് ഇന്ന്. ക്ലൗഡ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഒരു നല്ല ഒരു സണ്ണി സെറ്റപ്പാണെന്നേ. എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേനും കുറച്ച് കാലം പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്, ഞാനത് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേനും. കാരണം അത്രയും ബാക്ക്ലോഗ് ഉണ്ട് എനിക്ക്. ഒന്നാമതെന്ന് വെച്ചാൽ എനിക്ക് ടൈം കിട്ടുന്നില്ല റീസെൻ്റ്ലി ഇതെല്ലാം കൂടി ഒന്ന് പോസ്റ്റ് ചെയ്യാൻ.
കുറേ ബാക്ക്ലോഗ് കിടപ്പുണ്ട് ശരിക്കും പറഞ്ഞാൽ. എല്ലാം കൂടി ഞാൻ ഇടാം എപ്പോഴെങ്കിലും ആയിട്ട്. ഞാനിപ്പോൾ അധികം ചെയ്യലും കുറച്ചു. കാരണം എനിക്ക് ഇതെല്ലാം കൂടി സ്റ്റോർ ചെയ്യാനേ എനിക്കറിയില്ല. ആൾക്കാർ നോർമലി എങ്ങനെയാണ് ഒരു ബെറ്റർ ഐഡിയ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ സ്റ്റോർ ചെയ്യാൻ. ഞാൻ ഇവരുടെ ഹാർഡ് ഡ്രൈവോ ഞാനിപ്പോൾ കറൻ്റ്ലി എന്താ ചെയ്യുന്നത് വെച്ചാൽ ലാപ്ടോപ്പിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ലാപ്ടോപ്പിലോട്ട് സ്റ്റോർ ചെയ്തിട്ട് ഇങ്ങനെ ഒരു അസൈൻ ചെയ്തിട്ട് അങ്ങനെ ഇടുവാണേ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ ഈ ലാപ്ടോപ്പ് എപ്പോഴും കൊണ്ടു നടക്കാൻ എനിക്ക് വലിയ പ്ലാനില്ല. എൻ്റെ ഇത് എങ്ങോട്ടാണെന്ന് റൂട്ട് സ്ട്രെയിറ്റ് തന്നെയാണ്. ഓക്കെ, പെട്ടെന്നേ ഇത് എൻ്റെ ഫോൺ ഫുള്ളായേ. അപ്പോഴത്തേക്കും ഇതിപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒരു സ്ട്രീറ്റ് റോഡൊക്കെ പോലത്തെ റോഡല്ല, കുറച്ചുകൂടെ ഒരു ബെറ്റർ റോഡിലോട്ട് മാറിയേ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോണിൻ്റെ നാവിഗേഷൻ നിന്നുപോയേ. ഇപ്പോൾ സ്റ്റോറേജ് ഞാൻ പറഞ്ഞില്ലേ, സ്റ്റോറേജിന് ഇഷ്യൂ ഉള്ളതുകൊണ്ട് അത് പെട്ടെന്ന് സഡനായിട്ട് നിന്നുപോയി. ഹോപ്പ്ഫുള്ളി കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഞാൻ ആകെ കൊടുക്കും. ഞാൻ അധികം റെക്കോർഡിങ് ഞാൻ ഒഴിവാക്കാൻ പോവാം. കാരണം വെച്ചാൽ ഇനി ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ എൻ്റെ കസിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഈ വീഡിയോകളൊക്കെ ഒന്ന് വല്ല ഗൂഗിൾ ഡ്രൈവിലോട്ടോ അങ്ങനെ ഞാനൊന്ന് തട്ടിയിട്ട് ഫോണൊന്ന് എംറ്റി ആക്കണം. അല്ലെങ്കിൽ പരിപാടി സസ്റ്റൈനബിൾ അല്ല എനിക്ക്. ഇതല്ലേ കുറച്ചുകൂടെ ഒരു ഹൈവേ ഉണ്ടല്ലേ ഇങ്ങനെ ഉണ്ട് ഇവിടെ. ഇതിപ്പോൾ എത്ര ദൂരം ഉണ്ടെന്ന് എനിക്കറിയില്ല. കണ്ടില്ല, ഇതിവിടെ ഓവർടേക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഹാർഡാണ്. ഈ ട്രക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടാണ് പോകുന്നത്. നോക്കട്ടെ, ഭയങ്കര ഈ ലൈൻ വിഡ്ത്തൊക്കെ എനിക്കൊന്ന് കുറച്ച് കുറവാണ് തോന്നുന്നു ഇവിടെ. അല്ലേ, ഭയങ്കര ക്ലോസ് ആയിട്ടാണ് ട്രക്ക് പോകുന്നത്. ഇവിടെ നിന്ന് എനിക്ക് വന്നാൽ പിന്നെ നമ്മുടെ ലൈൻ മെർജാണേ അല്ലേ. ഇപ്പോൾ ആ ട്രക്കിനെ നമ്മളിപ്പോൾ ഓവർടേക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ പിന്നെ അതിൻ്റെ പുറകെ കുടുങ്ങിയേനെ. ആ നോർമൽ റോഡ് തന്നെയാണ്, ആ ഇടയ്ക്കൊക്കെ കുറച്ചൊരു ഓവർടേക്കിംഗ് ലൈൻ അവർ ആഡ് ചെയ്തതാണ് അല്ലേ. ഇപ്പം ആ ഒരു ഒറിജിനൽ വിടത്തിലോട്ടായി. പക്ഷെ ഇവിടെ സ്പീഡ് ലിമിറ്റ് 50 ഉണ്ടേ. ഇപ്പോൾ നമ്മളൊരു 0.8 നമ്മൾ റൈറ്റിലോട്ട് ടേൺ ചെയ്യണം. ആരെങ്കിലും ഈ സ്റ്റോറേജ് ഇഷ്യൂ എന്തെങ്കിലും ബെറ്റർ ഓപ്ഷൻ എനിക്ക് ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരണം. ഓക്കെ, കാരണം ഇതെനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല തലവേദന സ്റ്റോറേജ്. ഹോപ്പ്ഫുള്ളി ഇത് ശരിയാവും. കാരണം ഞാൻ ഈ ട്രിപ്പിൽ നമ്മൾ ഈ പേഴ്സണൽ ലാപ്ടോപ്പ് എടുക്കാത്തതുകൊണ്ടുള്ളതാണ് ഈ മെയിൻ പണി കിട്ടിയത്. എനിക്കൊന്നാമത് ലഗേജ് ഒന്നും കാര്യമായിട്ടില്ലായിരുന്നേ, എനിക്ക് ആകെ ക്യാരി ഓൺ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടും കുറച്ച് അല്ലെങ്കിൽ പിന്നെ ഈ ലാപ്ടോപ്പൊക്കെ ചുമന്ന് നടക്കുന്നത് കുറച്ച് കഷ്ടപ്പാടാണ്. കാരണം എൻ്റെ കമ്പനി ലാപ്ടോപ്പ് വലുതാണ്, നല്ല ഹെവിയാണ്. അപ്പോൾ അത് എല്ലാം കൂടി മെനക്കേടാണ്. ഇത് നല്ല സണ്ണിയാണ് പുറത്ത്, നല്ല വെയിലുണ്ട്. 45 സ്പീഡ് ലിമിറ്റ് കുറച്ച് കുറഞ്ഞതുണ്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം സ്പീഡ് ലിമിറ്റിൻ്റെ കാര്യം. ഇനിയിപ്പം ഇവിടെ നമുക്ക് റൈറ്റാണ് ഫ്രണ്ടിൽ എടുക്കേണ്ടത്. നമുക്ക് ഇത് കട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഇങ്ങനെ നോക്കുന്നത്. എനിക്കൊന്ന് ഇവരെല്ലാം റൈറ്റിലോട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. അല്ല, റൈറ്റിലോട്ടുള്ള അല്ല. റൈറ്റ് നമുക്ക് എടുക്കാം. അവിടെ ഗ്രീൻ ഉണ്ട്. ഇനി വേറെ ഒരു സംഭവം കൂടി ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ നോക്കട്ടെ. പിന്നെ വേറൊരു സംഭവം ഞാൻ ആലോചിച്ചതേ, ഈ വണ്ടീൻ്റെ നമ്മൾ ഗ്യാസ് നോക്കണം. നമ്മൾ ഈ ഇലക്ട്രിക് ഓടിച്ചോടിച്ചേ നമ്മൾ ഗ്യാസ് ഓക്കെ വലിയ കുഴപ്പമില്ല, ഹാഫ് ടാങ്ക് ഉണ്ട്. ഇവിടെ ആ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. ഇവിടെ ഓരോ സ്റ്റേറ്റിലും ഡിഫറെൻറ്റ് രീതിയിലാണ് ഗ്യാസ് പ്രൈസ് ഡിഫറെൻ്റ് ആണ്. അതൊരു ഫാക്റ്റാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഓരോ സ്റ്റേറ്റിലും അതിൻ്റെ ടാക്സും അതിൻ്റെ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഗ്യാസ് പ്രൈസ് ഭയങ്കരമായിട്ട് വേരി ചെയ്യും. ഇപ്പം എനിക്കറിയില്ല ന്യൂജേഴ്സിയിലാണോ പെൻസിൽവേനിയയിലാണോ ഗ്യാസിന് കൂടുതൽ. പറഞ്ഞ പോലെ ഗ്യാസ് എന്ന് പറഞ്ഞാൽ പെട്രോളിന് പറയുന്നതാണേ ഇവിടെ. പിന്നെ എന്ന് പറഞ്ഞാൽ സ്റ്റൈല് മാറ്റമുണ്ട് ഓരോ സ്റ്റേറ്റിലും. സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ സൈഡിലൊരു ചിക്കണൊക്കെ രസമുണ്ടല്ലേ. സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂജേഴ്സിയിൽ നമ്മൾ തന്നെയല്ല നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. വേറെ പമ്പിൽ സ്റ്റാഫ് ഉണ്ടാവും. അപ്പോൾ അവരാണ് നമുക്ക് ഫില്ല് ചെയ്ത് തരുന്നത്. ബാക്കി വേറെ ഏതൊക്കെ സ്റ്റേറ്റിൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ബാക്കി ഞാൻ പോയിടത്തുള്ള എല്ലാ സ്റ്റേറ്റുകളിലും എക്സെപ്റ്റ് ന്യൂജേഴ്സിയിൽ നമ്മൾ തന്നെ ഫില്ല് ചെയ്യുവാണ്. ഇപ്പം പെൻസിൽവേനിയ പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഫില്ല് ചെയ്യുക. അപ്പം ഞാൻ എന്തായാലും ന്യൂജേഴ്സിയിൽ എന്തായാലും ഗ്യാസ് അടിക്കുന്നില്ല. കാരണം എനിക്ക് വലിയ കുഴപ്പമില്ല. അതാണ് എളുപ്പമേ, കംഫർട്ടബിൾ. പിന്നെ ഇവിടുത്തെ ആ എക്സ്ട്രാ ഇതും വരും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ ടിപ്പ് കൊടുക്കലും അങ്ങനെയൊക്കെ, അതിന് എത്ര എക്സ്പെക്ട് ചെയ്യുന്നതെന്നും അങ്ങനത്തെ കുറേ പരിപാടിയുണ്ട് ഇവിടെ.
അതിനൊക്കെ നമുക്കേ അതൊന്നും ബോധർ ചെയ്യണ്ടല്ലോ, നമ്മൾ സ്വന്തം അങ്ങ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. അപ്പോൾ ന്യൂജേഴ്സി മാത്രം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ന്യൂജേഴ്സിയിൽ ആ റൂളാണ്, സ്റ്റേറ്റ് റൂൾ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഈ മെയിൻ പ്രശ്നം വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വിൻ്ററിലൊക്കെ നമുക്ക് സുഖമാണ്, കാരണം വിൻ്ററിൽ തണുപ്പായതുകൊണ്ട് അങ്ങനെ ഒരു ആളടിച്ചായിരുന്നു. പക്ഷേ ആ അടിച്ചു തരുന്ന ആൾക്കാർക്കൊക്കെ ആ എംപ്ലോയീസിന് ഭയങ്കര ഹാർഡാണല്ലേ. കാരണം എന്ന് വെച്ചാൽ അവർ ഈ ഭയങ്കര തണുപ്പത്ത് ഇങ്ങനെ നിന്ന് വർക്ക് ചെയ്യണം രാത്രിയൊക്കെ. ഇത് ഇടയ്ക്കിടയ്ക്ക് റൂട്ട് നോക്കണം. ഇത് നമ്മൾ 295 എന്ന് പറഞ്ഞ ഹൈവേയിലോട്ട് കയറും കേട്ടോ, 7 മൈൽസ് കൊണ്ട്. 295 നമ്മുടെ I-95 ഇൻറ്റർസ്റ്റേറ്റ് 95 ഒരു വേറെ റൂട്ടാണേ. അപ്പം അതിലോട്ട് നമ്മൾ കയറും ഒരു ഇൻറ്റർസ്റ്റേറ്റിലോട്ട്. കാരണം ഇവിടെ നമ്മൾ കണ്ടില്ല ഇൻറ്റർസ്റ്റേറ്റിലോട്ടൊക്കെ കയറാൻ എത്രയാണ് ഡ്രൈവ് ചെയ്യേണ്ടതെന്ന്. നമ്മൾ കാലിഫോർണിയയിലൊക്കെ എൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. നമ്മളൊക്കെ വീട്ടിൽ നിന്നൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു 2 മിനിറ്റ് കൊണ്ട് നമ്മൾ ഫ്രീ വേയിലോട്ട് കയറുവാണേ. അതും നമുക്ക് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ 3-4 ഫ്രീ വേസ് ആണ്, അവിടെ നിന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും. അപ്പോൾ എനിക്കൊന്ന് റോഡ് ഡെവലപ്മെൻറ്റ് ഇവിടെ പൊതുവേ അത്രയ്ക്ക് ഇല്ല ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂജേഴ്സി ഏരിയയിൽ. ന്യൂയോർക്കും അത്രയ്ക്കും ഇതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്ററാന്നേ ഉള്ളേ. പക്ഷേ ഇവിടുത്തെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ഭയങ്കര അടിപൊളിയാണ്. പബ്ലിക് ട്രാൻസിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ട്രെയിൻസ്, ബസ്സസ്, അതൊക്കെ ഇവിടെ കുറച്ചുകൂടി അല്ല, എനിക്ക് തോന്നുന്നു 10 ടൈംസ് ഓർമ്മ. ഇത് കണ്ടില്ല, ഇതാണ് ഈ റോഡിൻ്റെ ഒരു പ്രശ്നം. കാരണം കാറുകൾ ലൈനായി വരുന്ന കണ്ടില്ലേ. അപ്പോൾ ട്രാഫിക് ഭയങ്കരമായിട്ട് സ്റ്റക്കായി പോകും. ഒരു വണ്ടി ഇപ്പോൾ ഒരു ട്രക്കോ ഒരു മൂവിങ് സംഭവമൊക്കെ ആണെങ്കിൽ അതിൻ്റെ പുറകെ ഇങ്ങനെ സ്റ്റക്കായി പോകും വണ്ടികൾ. അപ്പം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഈസ്റ്റ് കോസ്റ്റിൽ അടിപൊളിയാണ്. നമുക്കിപ്പോൾ ഒരു ഇൻറ്റീരിയർ ഒരു ടൗണിലോട്ടൊക്കെ തന്നെയാണെങ്കിൽ അടുത്തൊരു സ്റ്റേഷനോ എന്തെങ്കിലും ഒരു ട്രെയിൻ കണക്ഷൻ ഉണ്ടാവേ. പിന്നെ അവിടുന്ന് ഹോപ്പ്ഫുള്ളി അവിടുത്തെ ബസ് നെറ്റ്വർക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈസ്റ്റ് കോസ്റ്റിൽ അതൊരു ഭയങ്കര ഒരു ഡിഫറൻസാണ്. വെസ്റ്റ് കോസ്റ്റിൽ എന്ന് പറഞ്ഞാൽ തീരെയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ സർപ്രൈസ് ആയിപ്പോവും. ഇപ്പം നമ്മൾ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ലോസ് ആഞ്ചലസിലോട്ട് ഡയറക്റ്റ്ലി ട്രെയിനില്ല. അതൊക്കെ നമുക്ക് ഇന്ത്യക്കാർക്ക് അത് ചിന്തിക്കാൻ തന്നെ പറ്റില്ല അല്ലേ. കാരണം നമുക്ക് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ആസാം വരെ വേണമെങ്കിൽ ട്രെയിൻ ഉണ്ടാവും, ജമ്മു ആൻഡ് കാശ്മീരിലോട്ട് ട്രെയിൻ ഉണ്ടാവും. നമ്മുടെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ, ഇവിടെ നമുക്ക് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് LAയിലോട്ട് മാറി കയറാണ്ടിരുന്നാലും ട്രെയിൻ അങ്ങനെ ഒരു കണക്ടിവിറ്റി ഇല്ല. അതാണ് ഇവിടുത്തെ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഈ വെസ്റ്റ് കോസ്റ്റൊക്കെ ഭയങ്കര ഡിപ്പെൻഡൻ്റാണ്, റോഡ് ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ടാണ് അവിടുത്തെ ആ റോഡ് അത്രയും ഡെവലപ്ഡ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കിടല നെറ്റ്വർക്കാണ് വെസ്റ്റ് കോസ്റ്റിലെ ആ റോഡ്സ്. അതുകൊണ്ട് ഈസ്റ്റ് കോസ്റ്റിൽ എനിക്ക് തോന്നുന്ന ആൾക്കാരെ കുറേ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഹൈവേസ് കുറച്ച് ലിമിറ്റഡ് ആണ്, അതിൽ മെയിൻ ഹൈവേസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഇൻറ്റർസ്റ്റേറ്റ് 95 ഉണ്ടല്ലോ, അത് ഫ്ലോറിഡ ടു അങ്ങ് നോർത്ത് അങ്ങ് ബോസ്റ്റൺ, മെയിൻ എന്നൊക്കെ പറഞ്ഞ സ്റ്റേറ്റ് വരെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. US-ൻ്റെ ഏറ്റവും ഈസ്റ്റിലൂടെ പോകുന്ന റോഡാണേ. അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറച്ച് ഹിസ്റ്ററി ഉണ്ട് ഈ റോഡുകൾക്ക്. പിന്നെ ഈ ന്യൂജേഴ്സിയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടോളാണ് ഈ റോഡുകൾക്ക്. ടോൾ എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ ടോളാണ്. ഇപ്പം നമ്മളൊക്കെ കാലിഫോർണിയയിൽ നമ്മൾ ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമ്പോൾ എത്ര $8 അല്ലെങ്കിൽ നമ്മൾ കാർപൂൾ ആണെങ്കിൽ $4, അതൊക്കെ ഭയങ്കര കൂടുതലാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ടോൾ റോഡൊക്കെ എന്ന് പറഞ്ഞാൽ $20, $30 മിനിമം ആകുന്നത്. അപ്പോൾ അത് ഭയങ്കര ഹൈ ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇവിടുത്തെ ആ ടോൾ ഭയങ്കര ഹ്യൂജാണ് ഈ റോഡുകളുടെ. ഇതിനൊന്നുമില്ല, ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ കയറാൻ പോകുന്ന ഹൈവേയിൽ മിക്കവാറും ഉണ്ടാവും. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഈ ഒരു ഡിവൈസ് ഉണ്ട് ഇവിടെ, ഈസി പാസ് എന്ന് പറഞ്ഞ് ഈ ഒരു ഡിവൈസ്. നമ്മുടെ കാലിഫോർണിയയിൽ ഇങ്ങനത്തെ സാധനത്തിന് എന്താണ് ഫാസ്റ്റ് ട്രാക്ക് എന്നാണ് പറയാം. അപ്പോൾ ഇത് ഈസി പാസ്. അപ്പോൾ ഈസി പാസ് എന്ന് പറഞ്ഞ സാധനം ഒരു നമ്മുടെ നാട്ടിലത്തെ ഒക്കെ ഒരു സാധനം പോലെ ഫാസ്റ്റ് ടാഗ് എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഒരു ഡിറ്റക്ടറാണ്. അപ്പോൾ അത് ഇപ്പം ഈ കാറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ചാർജ് ഡിഡക്റ്റ് ചെയ്യും. നമുക്ക് ലാസ്റ്റിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ എത്രയാണെന്നായത്. അതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഈസ്റ്റ് കോസ്റ്റിലെ ഡിഫറൻസ്. ഇപ്പം നമ്മൾ 5 മൈൽസ് കാരണം എങ്ങ് ഓടിച്ചിട്ട് തീരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇതുണ്ട് ഈ സൈഡിൽ നമ്മളിപ്പം ഒരു ഹോഴ്സിൻ്റെ ഒരു ഇതാന്ന് തോന്നുന്നത്, സ്റ്റേബിളോ എന്തായാലും പറയുന്നത് ഫാമോ, ഹോഴ്സൊക്കെ ഉണ്ട് കുറേ ഇഷ്ടം പോലെ. ഈ ഏരിയ ഒക്കെ ഉണ്ടല്ലേ. എനിക്ക് ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അധികം ഹോഴ്സിനെ കണ്ടില്ല. എന്തൊക്കെ ഡ്രസ്സൊക്കെ ഇടിച്ചിട്ടേക്കുക, എന്താ അതിൻ്റെ റീസൺ എന്നറിയില്ല. ചിലപ്പോൾ എനിക്കൊന്ന് ഭയങ്കര ചൂടായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ സ്കിൻ ബേണൊന്നും
ചിലപ്പോൾ നമ്മൾ ഈ 4 മൈൽസും കൂടെ ഉണ്ടാവുള്ളൂ ഈ ഇങ്ങനത്തെ ഈ കൺട്രി സൈഡ് ഡ്രൈവ്. എനിക്ക് കൺട്രി സൈഡ് ഡ്രൈവ് ഇഷ്ടമാണേ, രസമുണ്ട് ശരിക്കും പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട്. കുറച്ച് ബോറിംഗ് ആണെങ്കിലും നമുക്കിങ്ങനെ ഈ കൺട്രി സൈഡ് എക്സ്പീരിയൻസ് നല്ലതാണേ. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് എഫേർട്ട് വേണം, പക്ഷെ നമുക്ക് ആ സൈഡ് വ്യൂസ് ഒക്കെ ഭയങ്കര രസമാണ്. കാരണം ഹൈവേയിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒരു മോണോട്ടോണിക്, ഒരു സോഫയൊക്കെ തള്ളിട്ടേക്കുന്നുണ്ടോ ആരൊക്കെ എനിക്കൊന്ന് മൂവിങ്ങിൻ്റെ സമയത്തെങ്ങാനും കൊണ്ടേ കളഞ്ഞതായിരിക്കും. അതൊക്കെ രസമുണ്ട് ഈ ഹോഴ്സിൻ്റെ സംഭവം. ഇവിടെ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് ഈസ്റ്റ് കോസ്റ്റിൽ. പിന്നെ നമ്മൾ ഈ പെൻസിൽവേനിയയിൽ ഒരു ആമിഷ് കൗണ്ടി എന്ന് പറയുന്ന സംഭവമുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ മെയിനായിട്ട് കൃഷിയും അങ്ങനെയൊക്കെ ആയിട്ട് അവർക്ക് എനിക്ക് തോന്നുന്ന ഒരു യൂറോപ്യൻ നെതർലൻഡ്സോ അങ്ങനെ അങ്ങോട്ടുള്ള കൺട്രി എന്നുള്ള ആൾക്കാരാണെന്നാണ് തോന്നുന്നത്. ആ ഒരു ഡിസെൻഡൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നത് അവർ. അപ്പോൾ അവർ ഒരു സ്പെഷ്യൽ രീതിയിൽ അവർ ജീവിക്കുന്നത്. അവർക്ക് പുറം ലോകമായിട്ട് വലിയ കണക്ഷൻസ് ഒന്നുമില്ല. ഇപ്പോഴും അവർ ആ പഴയ 100 ഇയേഴ്സ് ബാക്കുള്ള ഒരു കൾച്ചറാണ് അവർക്ക്. അവരുടേതായ ഒരു പ്രത്യേക ഒരു അറ്റയറും ഡ്രസ്സും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ആമിഷ് പീപ്പിൾ എന്നൊക്കെ പറഞ്ഞ്. എനിക്കൊന്ന് കുറച്ച് വ്ളോഗേഴ്സൊക്കെ ഓൾറെഡി എനിക്കൊന്ന് അവിടെ പോയിട്ടൊക്കെ കുറേ വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ നല്ല രസമാണ്. നിങ്ങൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കും. ഞാൻ അതിലൂടെ ഒരു പ്രാവശ്യം നമ്മൾ 1-2 പ്രാവശ്യം പാസ് ചെയ്തിട്ടുണ്ട്. ഈ ലാങ്കാസ്റ്ററോ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് ഹെർഷീസ് എന്ന് പറഞ്ഞ ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഫാക്ടറി ഉണ്ട് പെൻസിൽവേനിയയിൽ. അത് അവരുടെ ഇതാട്ടോ, ഹെഡ് ക്വാർട്ടേഴ്സ് ആൻഡ് മെയിൻ ഫാക്ടറിയാണ് ഹെർഷീസിൻ്റെ. അപ്പോൾ ആ സംഭവം ലാങ്കാസ്റ്ററോ അങ്ങോട്ട് പോയോ, ഹെർഷീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആ ഒരു ഹാരിസ്ബർഗോ അങ്ങനെയാണ്ട് പറഞ്ഞ സ്ഥലമാണേ. അപ്പോൾ ആ സ്ഥലത്തോട്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ഈ ആമിഷ് കൗണ്ടി എന്നാണ് പറയുക, ആമിഷ് പീപ്പിൾ ജീവിക്കുന്ന ആ ഒരു സ്ഥലമുണ്ടേ. അപ്പോൾ അതിലൂടെ പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ ഹോഴ്സ് കാർട്ടും അങ്ങനത്തെയൊക്കെ വണ്ടികളാണ് കൂടുതൽ കാണുക. ഇതിപ്പോൾ ഒരു ലൈറ്റാണ് ഇവിടെ, ട്രാഫിക് ലൈറ്റ്. എന്തോ സ്റ്റേറ്റ് പാർക്കും കണ്ടാണ് ഇവിടെ. അപ്പോൾ അതൊരു നല്ലൊരു സംഭവം കേട്ടോ. നിങ്ങൾ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഹിസ്റ്ററി, അതിനെപ്പറ്റി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ചുമ്മാ, എനിക്ക് കംപ്ലീറ്റ് ഹിസ്റ്ററി അറിയില്ല, എന്നാലും അതൊരു യുണീക്ക് വേ ഓഫ് ലിവിങ് ആണ് അവർക്ക്. പിന്നെ ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഒരു ഇൻ്റർസ്റ്റേറ്റിലോട്ട് കയറാൻ പോകണ്ടല്ല. ഫിലാഡൽഫിയ പ്രിൻസ്റ്റൺ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ബോർഡ്. ഫിലാഡൽഫിയ എന്ന് പറഞ്ഞാൽ പെൻസിൽവേനിയയിലെ ഒരു മെയിൻ സിറ്റിയാണേ. ക്യാപിറ്റലല്ല, പക്ഷെ പെൻസിൽവേനിയയിലെ ഏറ്റവും വലിയ സിറ്റിയാണ് ഫിലാഡൽഫിയ. നേരെ പോകുന്ന പ്രിൻസ്റ്റൺ എന്ന് പറഞ്ഞാൽ മിക്കവാറും ആൾക്കാർ കേട്ടിട്ടുണ്ടാകും. പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി വേൾഡ് ഫേമസ് ആണല്ലോ, അതവിടെയാണ് നേരെ പോയാൽ. സ്റ്റിൽ നമ്മൾ ന്യൂജേഴ്സിയിലാണ്, പക്ഷേ ഇതൊരു ഇതാണ് എന്തായിരുന്നു ഇൻ്റർസ്റ്റേറ്റ് ആണ്. ഇവിടുത്തെ ഇൻ്റർസ്റ്റേറ്റ് കണ്ടോ, സിമിലറാണ് കാലിഫോർണിയൊക്കെ പോലെ തന്നെ. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഇങ്ങനെ എൻട്രിയൊക്കെ കുറച്ച് മാറ്റമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രീവേയിലോട്ട് കയറി. ഇപ്പോൾ സ്റ്റേറ്റ് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സോ ആർക്കറിയാം, എന്തൊക്കെയോ ബോർഡുകളൊക്കെ ഉണ്ട്. ഇനി നമുക്കിതിൽ 6.5 മൈൽസിൽ ഇതിൽ സ്റ്റേ ചെയ്യണം. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൽ ടോള് വരാൻ പോകാമെന്ന് പറയുന്നത് കണ്ടില്ലേ, ലാസ്റ്റ് എക്സിറ്റ് ബിഫോർ ടോള്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ച് ടോള് നമ്മൾ കൊടുക്കേണ്ടി വരും. നമ്മളാ എത്രയാണ് നമ്മൾ എടുക്കുന്ന ലെങ്ത് അല്ലേ, അതിൻ്റെയാണ് ടോള് കൊടുക്കേണ്ടത്. രസമുണ്ടല്ലേ ഈ ഹൈവേ, ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലല്ലേ, നല്ലൊരു ഇറക്കമാണെന്ന് തോന്നുന്നു താഴോട്ട്. ഇപ്പോൾ ഒരു നമ്മൾ റിവർ ക്രോസ് ചെയ്യാൻ പോവാം. ഏത് റിവറാണ്? ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെയാണ് ബോർഡർ കേട്ടോ. ഈ പെൻസിൽവേനിയയിലോട്ട് നമ്മൾ കയറാൻ പോവാം ഗൈസ്. നമ്മൾ ന്യൂജേഴ്സിയിൽ നിന്ന് നമ്മൾ പെൻസിൽവേനിയയിലോട്ട് കയറാൻ പോവാന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ബോർഡറാണ്. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ നമ്മൾ വെൽക്കം ടു പെൻസിൽവേനിയ. അടിപൊളി അല്ലേ? നമ്മൾ അറിഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ. ഇതിൽ ഗൂഗിൾ മാപ്പിൽ വന്നു, നാവിഗേഷനിൽ ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ബോർഡൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ സ്പീഡ് നോക്കണം, കാരണം ഹൈവേയിൽ നമ്മൾ ഭയങ്കര സ്ലോ ആയിട്ട് പോകാനും പറ്റില്ലേ. ഇത് പെൻസിൽവേനിയ കേട്ടോ. നമ്മൾ ന്യൂയോർക്കിലായിരുന്നു ഇന്ന് രാവിലെ. ഞാൻ ന്യൂജേഴ്സിയിലോട്ട് വന്നു ഇന്ന് വൈകുന്നേരം. നമ്മൾ എത്ര പെട്ടെന്നല്ലേ ഓരോ സ്റ്റേറ്റ്സ് ക്രോസ് ചെയ്യുന്നത്. അത് ഭയങ്കര രസമല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഈസ്റ്റ് കോസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇതിപ്പം ട്രൈ സ്റ്റേറ്റ് എന്നാണോ പറയുന്നത് എനിക്കറിയില്ല. ട്രൈ സ്റ്റേറ്റ് ഇതിനാണോ പറയുന്നത് അതോ ന്യൂജേഴ്സി, ന്യൂയോർക്ക്, കണക്റ്റിക്കട്ടാണെന്ന് എനിക്കെന്നെ ട്രൈ സ്റ്റേറ്റ് എന്ന് പറയുന്നത്.
അവിടെ ഒരു നമുക്ക് അവിടെ നല്ലൊരു ബോർഡുണ്ട്, അതിൻ്റെ ഒരു നമുക്കൊരു വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാം. ഓക്കെ, കണ്ടില്ല അവിടെ എഴുതിക്കുന്നുണ്ടോ? കണ്ടോ, വെൽക്കം ടു പെൻസിൽവേനിയ, കണ്ടോ, അടിപൊളി. അപ്പം നമ്മൾ പെൻസിൽവേനിയയിലാണ് ഇപ്പം. പെൻസിൽവേനിയ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞ കുറച്ച് ഈ ഹൈവേ ഇൻഡിക്കേറ്റേഴ്സ് ബോർഡൊക്കെ കുറച്ച് മാറും, പെൻസിൽവേനിയ സ്റ്റൈലിലോട്ട് മാറും, സിമ്പിൾസ് ഒക്കെ കുറച്ച് മാറും. ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമുണ്ട്, അത് നമ്മൾ കാലിഫോർണിയ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഓരോ സ്റ്റേറ്റിലെ ഇമ്പോർട്ടൻറ്റ് റോഡുകൾക്ക് ഓരോ സിഗ്നലാണ്. കാരണം ഇപ്പോൾ അവിടെ മുകളിൽ കണ്ടില്ലേ 332 എന്ന് എഴുതിക്കുന്ന കണ്ടില്ലേ, അത് ഓരോ സ്റ്റേറ്റിലും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പം പെൻസിൽവേനിയയിൽ ഒരു സ്റ്റൈലിലായിരിക്കും എഴുതുക, ന്യൂജേഴ്സിയിൽ വേറെ സ്റ്റൈലിലാണ് എഴുതുക, ഇപ്പോൾ കാലിഫോർണിയയിൽ വന്നു കഴിഞ്ഞാൽ കാലിഫോർണിയയിൽ വേറെ സ്റ്റൈലിലാണ്. അതൊരു നല്ല രസമാണ്, ഒബ്സർവ് ചെയ്യാൻ പറ്റിയൊരു പാറ്റേൺ ആണേ. ഇപ്പം ചില സ്റ്റേറ്റുകളുടെ ആ മാപ്പിലെ ആ ഒരു സ്റ്റൈലുണ്ടല്ലോ, ആ സ്റ്റൈലൊക്കെ പോലെയായിരിക്കും അവർ എഴുതുന്നത്. അതെനിക്ക് തോന്നുന്നത് നെവാഡയാണോ ഏതോ സ്റ്റേറ്റിന് അങ്ങനെയൊക്കെയാണ്, നെവാഡേൻ്റെ ഷേപ്പിൽ. ഇതെനിക്കൊന്ന് ചിലപ്പോൾ പെൻസിൽവേനിയൻ്റെ ഷേപ്പാണോ ഇങ്ങനെ. പെൻസിൽവേനിയ ഒരു സ്ക്വയർ പോലത്തെ ഒരു സ്റ്റേറ്റ് ആണേ, ഷേപ്പ് രസമുണ്ടല്ലേ. ഇതിപ്പോൾ കുറച്ചൊരു ക്ലൗഡിയായി പുറത്ത്. അങ്ങനെ നമ്മൾ പെൻസിൽവേനിയയിലാണ്. പെൻസിൽവേനിയ വലിയ സ്റ്റേറ്റാണ് കേട്ടോ. കാരണം പെൻസിൽവേനിയൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പിറ്റ്സ്ബർഗ് ആണ്. പിറ്റ്സ്ബർഗ്, നമ്മളിപ്പം തിരുവനന്തപുരം എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഈ പെൻസിൽവേനിയ ക്യാപിറ്റൽ പിറ്റ്സ്ബർഗ് എന്ന് പറഞ്ഞ സ്ഥലം. പിറ്റ്സ്ബർഗ് ഒരു പഴയ ഇൻഡസ്ട്രിയൽ സിറ്റിയാണ്. ഭയങ്കര വലിയ സിറ്റി ഒന്നുമല്ല. അവിടെയാണ് ഒരു ഫേമസ് യൂണിവേഴ്സിറ്റി ഉണ്ട്, കാർണിഗി മെല്ലൺ യൂണിവേഴ്സിറ്റി. കാർണിഗി മെല്ലൺ യൂണിവേഴ്സിറ്റി CMU എന്നൊക്കെ പറയും. ഭയങ്കര ഫേമസ് റിസർച്ച് യൂണിവേഴ്സിറ്റിയാണേ. അപ്പോൾ അവിടെ അങ്ങനെ ആൾക്കാരൊക്കെ നന്നായിട്ട് പോയി പഠിക്കുന്ന, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നതാണ്. അവിടെ അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര ഹാർഡാണ്. അങ്ങനെ അപ്പോൾ ഈ പിറ്റ്സ്ബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരു 6 or 7 hour ഡ്രൈവോ അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ 8 hour ഡ്രൈവോ. കാരണം ഈ പെൻസിൽവേനിയ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വലിയ സ്റ്റേറ്റാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നമ്മൾ ഈ നോർത്ത് ഈസ്റ്റ് കോറിഡോറിലൂടെ പോകുമ്പോൾ പെൻസിൽവേനിയ പെട്ടെന്ന് ക്രോസ് ചെയ്യും. കാരണം പെൻസിൽവേനിയൻ്റെ ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ നമ്മൾ ക്രോസ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്ക് 2 മൈൽ കൊണ്ട് നമുക്ക് എക്സിറ്റ് എടുക്കണം, എക്സിറ്റ് 1. ഇതൊരു ഇൻട്രസ്റ്റിംഗ് റൂട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. ആ റൂട്ടിൻ്റെ ഒരു സ്റ്റോറി ഞാൻ പറയാം അടുത്ത വീഡിയോയിൽ. ഇതില്ലേ നമ്മൾ ഈ ഹൈവേന്ന് നമ്മളിപ്പോൾ പെൻസിൽവേനിയയ്ക്ക് പോവാണ്. ഒരു 295 എന്ന് പറഞ്ഞ ഇൻട്രസ്റ്റേറ്റ് ആണ്, US ഒരു നാഷണൽ ഹൈവേ ആണ്. അതിൽ നിന്ന് നമ്മൾ ഒരു എക്സിറ്റ് എടുക്കുവാണ്. എക്സിറ്റ് എടുത്തിട്ട് നമ്മൾ പോകാൻ പോകുന്നത് റൂട്ട് 1 ആണ്, റൂട്ട് 1 സൗത്ത്. ഇപ്പോൾ നമ്മൾ ഇതിൽ കാണാം നാവിഗേഷനിൽ, എത്രത്തോളം ക്ലിയർ ആണെന്നറിയില്ല. റൂട്ട് 1 സൗത്ത് എന്ന് പറയും. ഈ റൂട്ട് 1 സൗത്ത് എന്ന് പറയുന്നത് നമ്മുടെ US ഹൈവേ സിസ്റ്റമാണ്. നമ്മൾ ഈ ഇൻട്രസ്റ്റേറ്റ് സിസ്റ്റം ഇറങ്ങുന്നതിന് മുന്നേ എന്നല്ലേ നമ്മളിപ്പോൾ റൈറ്റിലോട്ട് പോവുകയാണേ. അതാണ് ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടത്. അല്ല, റൂട്ട് 1 സൗത്ത് എന്ന് പറഞ്ഞില്ലേ, റൂട്ട് 1 നോർത്ത് ഉണ്ട്. റൂട്ട് 1 എന്ന് പറഞ്ഞാൽ ശരിക്കും പഴയ ഒരു നാഷണൽ ഹൈവേ സിസ്റ്റമാണ്. എന്നിട്ട് പിന്നെ അവരത് അത് മാറ്റിയിട്ട് അതിന് പകരം ഇൻറ്റർസ്റ്റേറ്റ് വന്നത്. അപ്പം അങ്ങനത്തെ കുറച്ച് റൂട്ട്സ് ഉണ്ട്. റൂട്ട് 1 ഉണ്ട്, റൂട്ട് 101 ഉണ്ട്. റൂട്ട് 101 എന്ന് പറഞ്ഞാൽ 101, അത് നമ്മുടെ കാലിഫോർണിയയിലുള്ള റൂട്ടാണ്. നമ്മുടെ ബേ ഏരിയയിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു റൂട്ടാണ്. ബേ ഏരിയ, പിന്നെ അതല്ലേ അങ്ങ് നോർത്ത് സിയാട്ടിൽ വരെ പോകുന്നതാണെന്ന് തോന്നുന്നത് 101. ഇവിടെ എന്ന് പറയുന്നത് 0 കേട്ടോ. എനിക്കറിയില്ല നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു യൂസ് ചെയ്യാറുണ്ടോ എന്ന്. എന്നാണ് പറയുന്നത് ഇവിടെ. 0 എന്നും പറയും, എന്നും പറയും. അപ്പോൾ നമ്മൾ ഈ നമ്പേഴ്സൊക്കെ പറയുമ്പം 101, 101 എന്നങ്ങ് പറയും. അപ്പോൾ അതൊരു സ്റ്റൈലാണ് ഇവിടുത്തെ സ്റ്റൈലോ, ആൾക്കാർക്ക് ഇന്ന് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മൾ ഈ ഹൈവേയിൽ 6 മൈൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ പെൻ ടേൺ പൈക്കിലോട്ട് കയറും. പെൻ ടേൺ പൈക്ക് ഒരു ഇൻറ്റർസ്റ്റേറ്റ് ആണ്, 276 ഇൻറ്റർസ്റ്റേറ്റ് വെസ്റ്റിലോട്ട്. അപ്പോൾ വെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടുവേർഡ്സ് കാലിഫോർണിയ, അങ്ങോട്ട് ഉള്ളിലോട്ട് ഇൻറ്റീരിയർ പോവാണേ. അപ്പം നമ്മളിത് ചെറിയ ഡിസ്റ്റൻസാണ് പോകുന്നുള്ളൂ. ടുവേർഡ്സ് കാലിഫോർണിയ എന്ന് പറഞ്ഞാൽ കാലിഫോർണിയ വെസ്റ്റിൻ്റെ അങ്ങേയറ്റമാണല്ലോ. അപ്പോൾ അതാണ് അടുത്ത ഈ റോഡ് 101 ആണ്. 101 അല്ലല്ലോ, റൂട്ട് 1 US 1 എന്നാണ് പറയുന്നതിന്, US 1. ഇപ്പോൾ നമ്മുടെ കാലിഫോർണിയയിലുള്ളതിന് US 101 എന്ന് പറയും, ഇതിന് റൂട്ട് US 1. അപ്പം അങ്ങനെ അതൊരു വേറെ അങ്ങനത്തെ റൂട്ട്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് US ഏതോ ഒരു നമ്പറുണ്ട്. നമുക്ക് ഈ ഭയങ്കര ഫേമസ് അത് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഡെത്ത് വാലിയിലൊക്കെ ഉള്ള ഒരു റൂട്ടാണ്. അത് US 50 അങ്ങനെ എന്താ കണ്ടാണേ. അത് ലോങ്ങസ്റ്റ് സ്ട്രെയിറ്റ് റോഡ് എങ്ങാണ്ടുള്ള റെക്കോർഡുള്ള റോഡ്. അതിങ്ങനെ സ്ട്രെയിറ്റ് ഇങ്ങനെ നിങ്ങൾ പല ഫോട്ടോയിലും കണ്ടിട്ടുണ്ടാവും. ആൾക്കാർ അതിൻ്റെ നടുവിലൊക്കെ ഇരുന്നിട്ടുള്ള ഫോട്ടോയും അങ്ങനത്തെ കുറേ ഉണ്ടേ.
അപ്പം ഞാൻ ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ പോവാം. പിന്നെ ഈ വണ്ടി ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത്. നമ്മൾ ഇപ്പം ഡ്രൈവിങ്ങിൻ്റെ കഷ്ടപ്പാട് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാകുന്നത്. നമ്മൾ ഈ ടെസ്ല ഓടിച്ചോടിച്ചേ ഡ്രൈവിങ് ഭയങ്കര ഈസി ആയി പോയായിരുന്നേ. ഇപ്പം നമ്മൾ ഇങ്ങനത്തെ വണ്ടിയൊക്കെ ഓടിക്കുമ്പോഴത്തേനെ, മാനുവൽ വണ്ടി ഓടിക്കുമ്പോഴത്തേനും നമുക്ക് ശരിക്കും പറഞ്ഞാലേ അതിൻ്റെ ഒരു എഫേർട്ട് ശരിക്കും മനസ്സിലാകുന്നുണ്ട്. ഞാനേ കുറച്ചിങ്ങനെ കവർ ചെയ്തു ഈ റൂട്ടിലെ. നമ്മൾ പെൻസിൽവേനിയയിലോട്ട് പോവാണ്. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഇപ്പം ഒരു ബോർഡ് കണ്ടില്ലേ മുകളിൽ. ഇപ്പം ഫിലാഡൽഫിയ എന്ന് പറഞ്ഞ റൂട്ടാണേ ഇത്. ഇങ്ങോട്ട് ഫിലാഡൽഫിയ എല്ലാവർക്കും നല്ല അറിയാവുന്ന സ്ഥലമായിരിക്കും. എനിക്ക് ഫിലാഡൽഫിയ ഒരു ഫേമസ് സ്ഥലമാണല്ലോ. ഇതിങ്ങനെ നമ്മളിങ്ങനെ പോവാണ് ഈ റൂട്ടിൽ. ഇത് എനിക്ക് 27 മൈൽ ഈ റൂട്ടിൽ തന്നെയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ എൻ്റെ കസിൻ്റെ വീടെത്തും. അങ്ങോട്ട് ടോട്ടലി 31 മൈൽസേ ഉള്ളേ. അപ്പോൾ ഈ ഹൈവേ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നത് 4 മൈൽസ് നോർമൽ റൂട്ടായിരിക്കും ചിലപ്പോൾ. ഫിലാഡൽഫിയയിൽ അങ്ങനെ ഫേമസ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉണ്ട് കുറേ. ഫിലി എന്നാണ് പറയുക. പിന്നെ ഫിലാഡൽഫിയ ഫിലീസ് ചീസ് സ്റ്റേക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരു ബർഗർ ടൈപ്പ് ഒരു സാധനമുണ്ട്. അത് ഭയങ്കര ഫേമസ് ആണ്. ഇങ്ങോട്ടാണ് ആ എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫിലാഡൽഫിയയിലോട്ട് പോവാം. അല്ലേ 309 എന്ന് പറഞ്ഞ്. ഇത് നോർമൽ റൂട്ടായിരിക്കുമേ, അല്ലെങ്കിൽ ഫ്രീ വേ അല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഇതല്ല റിവിയൻ്റെ ഒരു വണ്ടി, റിവിയൻ്റെ ഒരു ഇലക്ട്രിക് വണ്ടിയാണിത്. ഇപ്പോൾ വണ്ടി നമ്മൾ നല്ല സ്പീഡിലാണ് പോകുന്നത്. 86 മൈലിലാണ് പോകുന്നത്. 70 ഉള്ളൂ ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ്. അപ്പം നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഫ്രീ വേസ് കുറച്ചുകൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ ഏരിയയിലൊക്കെ. കാരണം ഈ ഒരു റൂട്ട് അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ടോള് മേടിക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് കഴിഞ്ഞ ആഴ്ച അങ്ങോട്ട് ന്യൂസ് ഉണ്ടായിരുന്നില്ലേ, ആരോ ഈ ടോള് റോഡ് നന്നാക്കിയിട്ട് ടോൾ കൊടുക്കാമെന്ന് പറഞ്ഞ് ബ്ലോക്കൊക്കെ ആക്കിയില്ലേ. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നേ ഇല്ലേ. കാരണം നല്ല സ്മൂത്തായി റോഡൊക്കെ. അല്ല എന്നാ നന്നായിട്ട് വർക്ക് ബിൽഡ് ചെയ്തേക്കുന്നതെന്ന് നന്നായിട്ട് ലാസ്റ്റും ചെയ്യത്. കാരണം അത്രയും വലിയ ട്രക്കുകളൊക്കെ പോകുന്നതാണല്ലോ ഈ റോഡിൽ കൂടി. അപ്പോഴത്തേക്കും നന്നായിട്ട് ബിൽഡ് ചെയ്തില്ലെങ്കിൽ ഇതൊന്നും ലാസ്റ്റ് ചെയ്യൂല. നല്ല സ്ട്രോങ് ആണ് അല്ലേ, നല്ല. പിന്നെ നമ്മുടെ നാട്ടിലൊരു വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മഴ ഭയങ്കരമാണേ. ഇവിടെ അങ്ങനെ അത്രയ്ക്കൊരു മഴയൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ പോലെ ഒരു 6 മാസം മഴ അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല അവിടെ. ചിലപ്പോൾ അതിൻ്റെയൊക്കെ മാറ്റം ഉണ്ടാവും കേട്ടോ. നാട്ടിലെ ക്വാളിറ്റി കുറവാണ്, അത് വേറെ കാര്യം. എന്നാലും നാട്ടിലെ ഇതിനേക്കാളും ക്വാളിറ്റി കൂടിയ റോഡ് വേണം ശരിക്കും പറഞ്ഞാൽ. നാട്ടിലെ ആ മഴയൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ. അല്ല ഇങ്ങോട്ട് ട്രാഫിക് നന്നായിട്ടുണ്ട് കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡിലുണ്ടല്ലേ, ഈസ്റ്റിലോട്ടുള്ള ട്രാഫിക് ഭയങ്കര കൂടുതലാണ്. നമുക്ക് ഇതിപ്പം കണ്ടോ, ഇത് നമ്മൾ ഈ ഹൈവേയിൽ കണ്ടിന്യൂ ആണ്. ഈ ഹൈവേ പോകുന്നത് ഹാരിസ്ബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണേ. ഹാരിസ്ബർഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നേ. നമ്മൾ ഹെർഷീസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ചോക്ലേറ്റ്, ഹെർഷീസ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറി അവിടെയാണ് ഹാരിസ്ബർഗ്. അപ്പോൾ ഈ ഹൈവേ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. എനിക്കൊന്ന് ഇവിടെ നല്ലൊരു ദൂരമുണ്ട് അങ്ങോട്ട്. എനിക്കൊന്ന് ഇവിടുന്ന് ഒരു 10-60-70 മൈലൊക്കെ ഉണ്ടാവേ അല്ലേ. അങ്ങനെ ഫിലാഡൽഫിയക്ക് പോവാം കണ്ടോ. ആ ഒരു 476 എന്ന് പറഞ്ഞാൽ വേറൊരു ഫ്രീ വേണം, അതിൻ്റെ മുകളിൽ കൂടെ പോകുന്നത്. അങ്ങനെ ഫിലിയിലോട്ട് പോവാം. പിന്നെ മോസ്റ്റ്ലി ഏത് റോഡും നമ്മൾ ലെഫ്റ്റിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഫിലാഡൽഫിയ സൈഡിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ നല്ല സ്പീഡിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 90 മൈലിൻ്റെ അടുത്താണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 90 മൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു 140 km/h നമ്മളിപ്പം പോകുന്നത്. കാരണം നമ്മൾ ടെസ്ലയിലാകുമ്പോഴേ നമ്മൾ ആ സ്പീഡ് ലിമിറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എത്ര 85 കണ്ടോ, അതിന് കൂടുതൽ പോകില്ല. പിന്നെ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് കിട്ടൂല. ഇതിപ്പോൾ നമ്മൾ ഇത്രയും സ്പീഡിലെ കുറച്ച് കെയർഫുള്ളായിട്ട് പോകണം. ഇത് കണ്ടോ, ഇവിടെ ഇതിൻ്റെ മുകളിലത്തെ കണ്ടില്ലേ ടോളുകൾ കണ്ടോ, ടോളിൻ്റെ സാധനം കണ്ടോ മുകളിൽ. അപ്പോൾ അത് ഡിറ്റക്ട് ചെയ്തോളൂ നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നുണ്ടോയെന്ന്. നമ്മുടെ കാലിഫോർണിയയിലുണ്ടല്ലോ നമ്മുടെ HOV ലൈനിൽ ഡിറ്റക്ട് ചെയ്യുന്നത്, അതൊരു സിമിലർ സിസ്റ്റമാണ്. ഇവിടെ അത് HOV ഡിറ്റക്ഷൻ അല്ല, ഇവിടെ ടോള് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ വണ്ടി അവരോട് പാസ് ചെയ്യുന്നുണ്ടോയെന്നോ
അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഈ ട്രാൻസ്പോണ്ടറായിട്ട് ഇവിടെ കണ്ടില്ലേ ഈ മുകളിലത്തെ അത് ഞാനിപ്പം സൺഷെയ്ഡ് കാരണം കവർ ചെയ്തേക്കുക. അപ്പോൾ അതുണ്ടോയെന്ന് ഡിറ്റക്ട് ചെയ്യുന്നതാണേ. അതില്ലെങ്കിൽ നമ്മുടെ നമ്പർ വെച്ചിട്ട് നമ്മുടെ ഇപ്പോൾ നാട്ടിലും അങ്ങനെയൊക്കെ ആണെന്ന് തോന്നുന്നു അല്ലേ, അപ്പോഴൊക്കെ ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഫൈനൊക്കെ ഉണ്ടെങ്കിൽ അടച്ചു തരുമല്ലോ. ആ ഒരു സ്റ്റൈലാണ് ഈ ഹൈവേ ഫുള്ള്. മുകളിൽ കൂടെ ഇങ്ങനെ ഡിറ്റക്ടേഴ്സ് ഉണ്ട് ഫുള്ള്. അപ്പോൾ നമ്മളൊരു സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെയും ടോൾ പ്ലാസയൊക്കെ ഇങ്ങനെ ആക്കുവാൻ നല്ലതായിരുന്നേ. നമ്മുടെ നാട്ടിലിപ്പോൾ എനിക്ക് തോന്നുന്നത് നിർത്തണമല്ലോ, നിർത്തി ഫാസ്ടാഗ് വർക്ക് ചെയ്താൽ മാത്രമല്ലേ അത് തുറക്കുകയുള്ളൂ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ബോട്ടിൽ നിൽക്കല്ലേ, ആലോചിച്ച് നോക്കിയാലേ. കാരണം ഈ ഹൈവേയിലോട്ട് നമ്മൾ ടൈം സേവ് ചെയ്യാൻ വേണ്ടല്ലേ ഈ ഹൈവേ ഒക്കെ ബിൽഡ് ചെയ്തേക്കുന്നത്, ടോളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ആക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ലതാണ്. എന്നിട്ട് എന്താ ഈ ഫാസ്ടാഗോ അത് ഡിറ്റക്റ്റ് ആകാത്തവർക്ക് അവരുടെ നമ്പർ ഡിറ്റക്ട് ചെയ്തിട്ട് അവർക്കങ്ങ് മെയിൽ ചെയ്യുക. അപ്പോൾ അതാകുമ്പോൾ കുറച്ചുകൂടി നല്ല സ്മൂത്ത് ആവേ. നമ്മുടെ നാട്ടിൽ എനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നൊരു സംഭവമുള്ളൂ. ഇതിപ്പോൾ ഒരു കാർ കയറി പോയതുണ്ടോ. ഇതിപ്പോൾ നമ്മൾ 276 ഇൻ്റർസ്റ്റേറ്റ് 276 പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ടുവേർഡ്സ് ഹാരിസ്ബർഗ് ആണ് ഈ റൂട്ട്. ടുവേർഡ്സ് ഹാരിസ്ബർഗിൽ നമ്മളിങ്ങനെ പോവാണ്. നമ്മളൊരു എന്താണ് കിങ് ഓഫ് പ്രഷ്യ എന്നൊക്കെ പറയുന്നൊരു സ്ഥലത്തിൻ്റെ അടുത്തോടെ. ഇത് കണ്ടല്ലോ മുകളിൽ കൂടെയൊക്കെ ട്രാൻസ്പോണ്ടേഴ്സ് കണ്ടോ, നമ്മുടെ ഈ ഇത് ടോൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അതിൽ ക്യാമറയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് വരുവാണ്, നമ്മുടെ നാട്ടിലൊക്കെ അതങ്ങ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. ഭയങ്കര ബോട്ടിലിനൊക്കെ ഒഴിവാക്കാം. നമ്മുടെ ഈ ടോൾ ബൂത്തിൽ വെയിറ്റ് ചെയ്യലും ടോൾ ബൂത്തിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കലും എല്ലാം നടക്കും. എനിക്കും നാട്ടിൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആദ്യം റോഡ് ഇമ്പ്രൂവ് ചെയ്യണം, എന്നാലേ ഇതൊക്കെ പോസിബിൾ ഉള്ളൂ. പിന്നെ പെൻസിൽവേനിയയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വണ്ടികളിലെ ബാക്കിൽ മാത്രമേ ഈ നമ്പർ പ്ലേറ്റ് ഉള്ളൂ. ലൈസൻസ് പ്ലേറ്റ് എന്ന് നമ്മളിവിടെ അമേരിക്കയിൽ പറയാറ്. നമ്പർ പ്ലേറ്റ് സെയിം സാധനം തന്നെ. ആ നമ്പർ പ്ലേറ്റ് കണ്ടില്ലേ, ഈ ബാക്കിൽ കണ്ടില്ലേ. ഇപ്പം നമ്മുടെ വണ്ടികളുടെ ഇപ്പോൾ ഈ സൈഡിൽ കൂടെയൊക്കെ പാസ് ചെയ്യുന്ന വണ്ടീൻ്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് ഇല്ല. ഇവിടെ റൂള് ഇല്ല ശരിക്കും പറഞ്ഞാൽ. കാലിഫോർണിയയിലൊക്കെ ശരിക്കും റൂളുണ്ട് ഫ്രണ്ടിലും വെക്കണമെന്ന്. പക്ഷേ നമ്മൾ ഇപ്പോൾ എൻ്റെ വണ്ടിയിലൊക്കെ ടെസ്ലയിലൊന്നും നമ്മൾ വെച്ചിട്ടില്ല. കാരണം അവർക്കത് വാണിങ് തരുമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാണിങ് തരാം. വാണിങ് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വെക്കണം എന്നാണ് പറയുന്നത് റോഡ്. അപ്പം അങ്ങനെ പക്ഷേ കാര്യമായിട്ട് പിടിക്കാറില്ല എന്നാണ് പറയുന്നത്. പൊതുവെ ഒരു ഇഗ്നോർ ചെയ്തോളുന്നു ഓഫീസേഴ്സ്. ബാക്കിൽ എന്തായാലും വേണം യൂസിൽ. കാരണം ബാക്കിൽ അത് വെച്ചാണ് നമ്മുടെ ഈ ക്യാമറാസും എല്ലാം ഡിറ്റക്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ഏതാ സ്ഥലം എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ പെൻസിൽവേനിയാണ്. പെൻസിൽവേനിയയിൽ ഏത് സിറ്റിയാണെന്നുള്ളത് നമ്മൾ ടെസ്ലയിലാകുമ്പോൾ നമുക്ക് ഈ സിറ്റികളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നേ. ഇതിലാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് അത്രയ്ക്കൊരു എഫിഷ്യൻ്റ് അല്ല ശരിക്കും പറയാം. അത് കിങ് ഓഫ് പ്രഷ്യ കേട്ടോ ഈ സ്ഥലം. പ്രത്യേക പേരല്ലേ കിങ് ഓഫ് പ്രഷ്യ. ഒരു കിങ്ങിൻ്റെയൊക്കെ പേരോ അതോ എന്താണെന്നറിയാം. ഒരു ഡിഫൻഡർ പോകുന്നുണ്ടോ സൈഡിൽ കൂടെ. നമ്മുടെ നാട്ടിലൊക്കെ ഈ വൈറ്റ് ഡിഫൻഡറൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമല്ലേ. ഇവിടെയൊക്കെ ഇത് വലിയ കാര്യമൊന്നുമില്ല. ഡിഫൻഡർ ലാൻഡ് റോവറിൻ്റെ വണ്ടി ഇതുണ്ടല്ലോ. ഇത് സൈഡിൽ ഒരു റെസ്റ്റ് ഏരിയ ആണെന്ന് തോന്നുന്നത്, ഒരു പെട്രോൾ പമ്പും. നല്ല വണ്ടി പോകുന്നുണ്ട് ഈ റൂട്ടിൽ കൂടെ. നല്ല ട്രക്കുകൾ മൊത്തം ഭയങ്കര ഒരു ഒരു ഇൻട്രസ്റ്റേറ്റ് ആണ്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക നമ്മൾ ഈ റൂട്ടിൽ ഇങ്ങനെ. എനിക്കൊന്ന് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഫ്രണ്ടിൽ 76 ഉണ്ട്. 76 എടുത്താലും എനിക്ക് തോന്നുന്നത് ഇത് 76 ആയിട്ട് മാറുവാണ്. ഇതിപ്പോൾ നമ്മൾ 276 അല്ലേ ഉള്ളത്. 276ൻ്റെ നമ്പർ ഇപ്പോൾ 76 ആവും കേട്ടോ. നോക്കിക്കണ്ടില്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ, ഹാരിസ്ബർഗ് 76. അപ്പോൾ നമ്മൾ നേരെ കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. നമ്മുടെ ആ ഹൈവേൻ്റെ നമ്പർ മാറുവാണ്. നമ്പർ മാറുകയെന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡറി ഹൈവേന്ന് മെയിൻ ഹൈവേ ആയി മാറുവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് 76 എവിടെന്നെങ്കിലും വന്ന് കയറുന്നുണ്ടാവും ഇപ്പം. അതായിരിക്കും അതിൻ്റെ ഒരു ട്രിക്ക്. അതെ, കുറച്ചുകൂടെ ഫ്രണ്ടിൽ. ഇതിപ്പോൾ കണ്ടോ, നമ്മൾ ഈ 276 എന്ന് പറഞ്ഞ ഫ്രീ വേന്ന് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണേ. കണ്ടിന്യൂ ചെയ്ത് ഇതിപ്പോൾ 76 ആവുകയാണ്. അത് 76 ആകുന്ന റീസൺ എന്ന് പറഞ്ഞാൽ ശരിക്കും 76 എന്ന് പറഞ്ഞ ഹൈവേ ഈ ലെഫ്റ്റിൽ നിന്ന് വന്ന് ഇതിലോട്ട് മെർജ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹൈവേ പ്രത്യേകിച്ച് മാറുന്നൊന്നുമില്ല. നമ്മൾ ആ റൂട്ടിൽ ഇങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്യുവാണ് അല്ലേ. ആ ട്രക്കൊക്കെ ഉള്ളിലോട്ട് കയറി വരുന്നുണ്ടോ. നമുക്ക് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ലെഫ്റ്റ് ലൈനിലോട്ട് പോവാം. കണ്ടോ, ഇത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇതിലോട്ട് കണ്ടില്ലേ സൈഡിൽ നിന്ന് റോഡുകൾ വന്ന് കയറുന്ന കണ്ടോ. ഓൾറെഡി വന്ന് കയറിയിട്ടുണ്ടേ അവിടുന്ന് മെർജ്. അതെനിക്ക് തോന്നുന്നത് ഫിലാഡൽഫിയ എന്ന് വരുന്ന റൂട്ടാണ് ഡയറക്റ്റ്ലി ആ 76. എന്നിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂ ആണ്. ഇതിൻ്റെ ഈ റൂട്ടിൻ്റെ പേരും 76 എന്നായി കണ്ടോ. അത് മെയിൻ ഹൈവേ ആണ്. പിന്നെ ഞാൻ പണ്ടത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, വെസ്റ്റ് ടു ഈസ്റ്റ് റൺ ചെയ്യുന്ന റോഡ്സാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷനിൽ പോകുന്ന റോഡാണ് ഈ 76. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ഫിനോമിനയാണല്ലേ. കാരണം
76 എന്ന് പറയുന്ന ഹൈവേ ആണിത്. ഇതൊരു മെയിൻ ഹൈവേ ആണ് 76. കണ്ടില്ലേ, ഇത് ഇപ്പം കുറച്ചുകൂടെ നല്ല വിട്ടൊക്കെ കൂടി 70 സ്പീഡ് ലിമിറ്റാണ്. കുറച്ച് വർക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ സൈഡിലൊക്കെ. അപ്പോൾ ഗൈസ്, ഇത് ഞാനിങ്ങനെ കണ്ടിന്യൂ ആണ്. ഞാനിപ്പം ചാർജൊക്കെ കുറച്ച് കുറവാണ്. അപ്പം ഞാനിനി അടുത്ത എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് സ്പോട്ട് ആകുന്നത് വരെ നമ്മുടെ ഈ ഗ്ലാസ് ഒന്ന് ചാർജ് ചെയ്യാൻ പോവാണ്. ഓക്കെ ഗൈസ്, അപ്പം എൻജോയ് ഗൈസ്. ഇത് നമ്മൾ പെൻസിൽവേനിയ, ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷൻ എത്താറായി. ഇത് കണ്ടില്ലേ, സൈഡിൽ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് ഇവർ കുറച്ചേക്കുക. 55 മൈൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പോകുന്നത് 67-ലൊക്കെയാണ്. ഒരു 10 മൈൽ ബഫർ വലിയ കുഴപ്പമില്ല, എന്നാലും മെല്ലെ പോകുന്നതാണ് നല്ലത്. കാരണം അവർ ഈ വർക്ക് നടക്കുന്നതോടെ നമ്മൾ സ്പീഡിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫൈൻ ഡബിൾ തരാൻ പറ്റുമെന്നാണ് നമ്മുടെ ഇവിടുത്തെ റൂള്. ഡബിൾ ദ ഫൈൻ. അപ്പം നമുക്ക് അവർ 200 ആണെങ്കിൽ ശരിക്കും തരണമെങ്കിൽ $400 ഫൈൻ തരും. ഇത് നമുക്ക് എക്സിറ്റ് എടുക്കാറായി. 0.9 മൈൽസ് നമ്മൾ ഈ എക്സിറ്റ് എടുക്കാൻ പോകുന്നത് പോർട്ട്സ്റ്റൗൺ റൂട്ട് 100, പെൻസിൽവേനിയ റൂട്ടാണ് പോർട്ട്സ്റ്റൗൺ റൂട്ട്. അപ്പം പോർട്ട്സ്റ്റൗൺ എന്ന് പറഞ്ഞ ടൗൺ ആണിത് ശരിക്കും, അതോ പോർട്ട്സ്റ്റൗണിലോട്ട് പോകുന്ന റൂട്ടാണ്. നമ്മൾ ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ ആ ഒരു ലൊക്കേഷൻ. ഇത് വലിയ സിറ്റിയൊന്നും അടുത്തില്ല. ഏറ്റവും വലിയ സിറ്റി എനിക്ക് തോന്നുന്നത് ഈ ഡൗണിങ് ടൗണും അങ്ങനെയൊക്കെ പറയുന്ന ഏരിയ ആണേ പോർട്ട്സ്റ്റൗണും. ഇപ്പോൾ എവിടെയും കണ്ട് എക്സിറ്റ് വരാൻ പോകുന്നത് അല്ല. ഇത് ഫുൾ പണി നടക്കുക, കുറേ മെസ്സാണ്. അപ്പം ലൈനൊക്കെ റോഡ് സ്മൂത്താണ്, പക്ഷേ ലൈനും മാർക്കേഴ്സും അതൊക്കെ കുറച്ചിങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ടേക്കുവാണേ. അല്ല, ഇതൊരു മസ്റ്റാങ് ഒക്കെ പോകുന്നുണ്ടോ സൈഡിൽ കൂടി, ഫോർഡ് മസ്റ്റാങ്. ഇതുണ്ടല്ലേ, നമ്മളിപ്പോൾ ഇതാണ് നമ്മുടെ എക്സിറ്റ്. നമ്മളങ്ങ് എടുത്ത് ഇവിടെയൊക്കെ എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട്, പണ്ട് കസിൻ്റെ അവിടെയൊക്കെ നമ്മൾ വരുമ്പോൾ ഈ റൂട്ട് ഇങ്ങനെ എടുത്ത് ഈ എക്സിറ്റൊക്കെ എടുത്ത്. ഇനിയിപ്പോൾ അധികം ഇല്ല നമുക്കിനി ഇവിടുന്ന് 8 മിനിറ്റ്സും കൂടെ ഉള്ളൂ, 3.5 മൈൽസ്. നമ്മൾ അത്യാവശ്യം നല്ല പെട്ടെന്ന് എത്തിയേ. നമുക്ക് ട്രാഫിക് ഇതൊന്നും എവിടെയും വന്നില്ല, ട്രാഫിക് ബ്ലോക്കൊന്നും എവിടെയും വന്നില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല സ്മൂത്തായി. ജനറലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീക്ക് ഡേയ്സിലൊക്കെ ആകുമ്പോൾ ചിലപ്പോഴേ, കാരണം ഈ ഫിലാഡൽഫിയെന്നും അങ്ങനെയൊക്കെ ഉള്ള ഇവിടുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്ന റൂട്ടാണല്ലോ അത്, ഈ 76 എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ട്രാഫിക് കിട്ടാൻ സാധ്യതയുള്ള റൂട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. എനിക്ക് പിന്നെ വലിയ ഫെമിലിയർ അല്ല. നമ്മളിവിടെ വീക്ക് ഡേയിലും നമ്മൾ കമ്മ്യൂട്ട് ചെയ്യാറില്ലല്ലോ കാര്യമായിട്ട്. നാളെ രാവിലെ എനിക്ക് എയർപോർട്ടിലോട്ട് പോകണം. അപ്പോൾ അതിന് മുന്നേ ഈ വണ്ടി റിട്ടേൺ ചെയ്യണം ന്യൂജേഴ്സി കൊണ്ടുപോയിട്ട്. കുഴപ്പമുണ്ടാകും. കണ്ടില്ലേ, ഇവിടെ നമ്മൾ എക്സിറ്റ് ചെയ്യാൻ നേരത്തും അല്ലേ, അപ്പോൾ ടോള് കറക്റ്റ് മെഷർ ചെയ്യുന്നത് കണ്ടോ. നമ്മൾ എവിടെയാണ് കയറിയത്, എവിടെയാണ് ഇറങ്ങിയതെന്നും അതെല്ലാം കീപ്പ് മൂവിങ് ആണല്ലേ. നമ്മളെ നിർത്താനൊന്നും പാടില്ല. ഇപ്പോൾ 15 മൈലിൽ ഇത് നമുക്ക് റൈറ്റ് റോട്ടാണ് പോകേണ്ടത്. അപ്പം നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം. പോർട്ട്സ്റ്റൗൺ അല്ലേ, മറ്റൊരു ഡൗണിങ് ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുക. നമ്മൾ പോർട്ട്സ്റ്റൗണിലോട്ടുള്ള ഡയറക്ഷനാണ് എടുക്കാൻ പോകുന്നത്. പോർട്ട്സ്റ്റൗൺ ഓരോ നല്ല പേരുകളല്ലേ, ഡൗണിങ് ടൗൺ, പോർട്ട്സ്റ്റൗൺ. ഇതെനിക്ക് തോന്നുന്നത് നമ്മുടെ എൻ്റെ കസിൻ്റെ വീടൊക്കെ ഈ ഒരു ഏരിയയിലാണ്. അവരുടെ നല്ലൊരു ആംബിയൻസും നല്ലൊരു വൈബുള്ളൊരു കമ്മ്യൂണിറ്റി ആട്ടോ. അവരുടെ നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് ആ ഏരിയ. ഞാൻ ആ ഏരിയ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു 360 വീഡിയോ പറ്റുമെങ്കിൽ ഒന്നെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ആ എക്സിറ്റൊക്കെ എടുത്ത് ഇറങ്ങി. ഞാൻ പെൻസിൽവേനിയ, ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ പോവാണ്. ഇത് എക്സ്റ്റൺ എന്ന് പറയും സ്ഥലം. എക്സ്റ്റണിലെ ഇപ്പോൾ ഹോട്ടലാണ് ഫ്രണ്ടിൽ കാണുന്നത്. നമ്മൾ ഈ റൂട്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇത് ഇങ്ങനെ ഫ്രീ വേ ഒന്നുമല്ല, കണ്ടില്ലേ, ട്രാഫിക് ലൈറ്റ്സ് ഒക്കെ ഉണ്ടോ. അപ്പോൾ ഇതിങ്ങനെ പക്ഷേ അത്യാവശ്യം നല്ല വീതിയുള്ള റോഡ്സാണേ. അതൊരു ഡിഫറൻറ്റാണ്. കാരണം ന്യൂജേഴ്സിയിലൊന്നും ഇങ്ങനത്തെ റോഡ്സ് കുറവാണ്. ഇങ്ങനത്തെ ഉണ്ട്, എന്നാലും കുറച്ച് കുറവാണേ. നമ്മൾ കുറേ ഇങ്ങനത്തെ ലോക്കൽ റൂട്ട് യൂസ് ചെയ്തായിരുന്നല്ലോ. ഇവിടെ നമ്മളൊരു എക്സിറ്റോ ഒരു സൈഡിലോട്ട് പോകണം. ഇവിടെ 0.4 മൈൽസ് കഴിയുമ്പോൾ ഏതൊക്കെ മുകളിൽ കൂടെയൊക്കെ എനിക്ക് നമ്മൾ പോയ ഹൈവേ തന്നെയാണേ 76. മുകളിൽ കൂടെ അങ്ങ് പോവുകയാണ് അത് ഹാരിസ്ബർഗിലോട്ട്. ഇത് കണ്ടില്ലേ, ഇത് എക്സ്റ്റൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണിത്. എക്സ്റ്റൺ ചെറിയൊരു സിറ്റിയാണ്. ഇനി കണ്ടോ, ഇവിടെ നമ്മൾ റൈറ്റ് ഒള്ളി എന്ന് പറഞ്ഞാലേ ഗ്രാഫൈറ്റ് മൈൻ റോഡ്, അങ്ങോട്ട് പോകണം നമുക്ക്. ഗ്രാഫൈറ്റ് മൈൻ, ചിലപ്പോൾ ഇവിടെ പഴയ ഗ്രാഫൈറ്റ് മൈൻ എങ്ങാനും ഉണ്ടാകും. ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, നമ്മുടെ പെൻസിലുള്ള സാധനമല്ലേ ഗ്രാഫൈറ്റ്, ഒരു കാർബണിൻ്റെ ഒരു ഫോം അല്ലേ. അപ്പം ഗ്രാഫൈറ്റിൻ്റെ മൈനൊക്കെ പണ്ട് ഉള്ള സ്ഥലമായിരിക്കും ചിലപ്പോൾ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പേര് വന്നേ. ചിലപ്പോൾ ഇവിടുത്തെ അങ്ങനത്തെ പേരുകൾക്ക് റീസണൊന്നും ഉണ്ടാവില്ല കേട്ടോ, അത് വേറെ കാര്യം. ഇതൊക്കെ ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ ബയേഴ്സ് റോഡ് എന്നൊക്കെ പറഞ്ഞ്, ബയേഴ്സ് റോഡ് എന്നൊക്കെ പറഞ്ഞാൽ ഫെമിലിയർ നെയിം പോലെയുണ്ട്. നമ്മുടെ മറ്റേ ഒരു നെറ്റ്ഫ്ലിക്സിലൊരു സീരീസ് ഉണ്ടല്ലോ, സ്ട്രേഞ്ചർ തിങ്സ്, അതിലെനിക്ക് തോന്നുന്നത് അവരുടെ പേര് ബയേഴ്സ് എന്നങ്ങാണ്ടാണ് എനിക്ക് തോന്നുന്നത്.
ഇപ്പം നമ്മൾ ഇവിടുന്ന് റൈറ്റ് എടുക്കുക, സ്റ്റേഷൻ ബുലവാർഡ് എന്ന് പറഞ്ഞു കേട്ടോ. ഇതെനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ കമ്മ്യൂണിറ്റീൻ്റെ പേരാണ് ഫയർ സ്റ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ മുതൽ ഇങ്ങനെ അങ്ങ് ഈ കമ്മ്യൂണിറ്റി കിടക്കുവാണേ. ഇവിടെ നല്ല നല്ല വീടുകളാണ് ഈ കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ സ്പീഡൊക്കെ ചെക്ക് ചെയ്യണം. ഇനി നമുക്ക് ഇവിടെ 25 കാണാം. റെസിഡൻഷ്യൽ ഏരിയ വന്നു കഴിഞ്ഞാൽ പണ്ട് പറഞ്ഞിട്ടുള്ള പോലെ നമ്മൾ ഈ 25 ഈ റെസിഡൻഷ്യൽ ഏരിയ വീടുകളൊക്കെ ഉണ്ടെങ്കിൽ സ്പീഡ് ലിമിറ്റ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ കിഡ്സും ഒക്കെ നമ്മൾ ഈ ചില ബൈക്കോ ആയിട്ടോ പെട്ടെന്ന് അവർ റോഡിലൂടെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ 25 മൈലാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചാണേ പോകുന്നത്. ഇത് കണ്ടില്ല, ഇവിടുത്തെ വീടുകളൊക്കെ ഉണ്ടോ, കുറച്ച് നല്ല വീടുകളാണ്. ഇതൊക്കെ കുറച്ച് പുതിയ വീടുകളാണ്. ഇതൊക്കെ ഇരിക്കുന്ന ഒരു 2010 ശേഷമൊക്കെ ഉള്ള വീടുകളാണ്. ഇത് കണ്ടില്ലേ, ഈ വണ്ടി ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇവർക്ക് എന്തോ ഡെലിവറിയോ അങ്ങനെയാണുള്ള ട്രക്കാണ് പോകുന്നത്. ഇത് നല്ലൊരു ഭയങ്കര ഒരു പ്ലാൻഡ് കമ്മ്യൂണിറ്റിയാണ്. ഭയങ്കര രസമാണ് അത് ശരിക്കും പറഞ്ഞാലേ. എനിക്ക് ആ വണ്ടി എനിക്ക് സൈഡ് തന്നതാണോ ആർക്കറിയാം. അപ്പോൾ ഞാൻ എന്തായാലും സ്പീഡ് ലിമിറ്റിൽ ഞാനങ്ങ് പോവാണ്. സംഭവം കണ്ടില്ലേ, ഭയങ്കര ഇതൊരു മലേൻ്റെ മുകളിലോട്ട് ഇങ്ങനെ നമ്മൾ കയറുവാണേ. ഇപ്പോൾ ഒരു സ്റ്റോപ്പാണ്. ഈ സൈഡിലൊക്കെ കണ്ടില്ലേ ഈ വീടുകളൊക്കെ നല്ല രസമുണ്ടല്ലേ. നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കസിൻ്റെ ആ ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ വീടുകളൊക്കെ. നല്ല രസമുള്ള ഒരു ഏരിയ ആണ്. ഒരു മലകളാണ് ഈ ഏരിയയിൽ. മലകളിൽ ഇങ്ങനെ വീടുകൾ ഇങ്ങനെ അവർ പ്ലാൻ ചെയ്തേക്കുന്നതാണ്. ഇങ്ങനെ നടക്കാനൊക്കെ ഇഷ്ടം പോലെ കണ്ടില്ലേ, ട്രെയിൽസൊക്കെ സൈഡിൽ ഇങ്ങനെ കയറി പോവാ. ഈ ഒരു ഏരിയയിലെ ഭയങ്കര ഒരു നല്ലൊരു ലൊക്കേഷനാണ്. വലിയ വീടുകളാണ് ഇവിടത്തേക്ക്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു 4000+ സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകളാണ് മുകളിലോട്ടൊക്കെ ഉള്ളത്. ഈ കൂടുതൽ മുകളിലോട്ട് വന്ന് വീടുകൾ വലുതായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ കുറച്ച് വലിയ വീടാണ്, ഇതിനേക്കാളും വലിയ വീടുകളാണ് ഇതിൻ്റെ മുകളിലോട്ടുള്ളത്. പിന്നെ നമ്മൾ സ്പീഡ് ലിമിറ്റ് ചെക്ക് ചെയ്യണം. ഇതൊക്കെ അല്ലേ ഒരു ക്ലബ് ഹൗസൊക്കെ പോലത്തെ ഒരു സ്ഥലമാണ് ഈ സൈഡിൽ കാണുന്നതല്ലേ, ക്ലബ് ഹൗസ്, പൂള്. കാരണം ഇപ്പോൾ സമ്മർ ടൈമിലൊക്കെ എനിക്ക് ആൾക്കാരൊക്കെ ഭയങ്കര ഇൻവോൾവ് ആയിരിക്കും ഇങ്ങനത്തെ പരിപാടികളും ഒക്കെ ഉള്ളത്. ഇത് മുകളിലോട്ടുള്ള വീടുകളൊക്കെ ഉണ്ടോ, വലിയ സാധനങ്ങളാണ്. അത്യാവശ്യം പുതിയ കൺസ്ട്രക്ഷനാണ് അതൊക്കെ. ഇതിപ്പോൾ ഒരു സ്റ്റോപ്പാണ്, നമുക്കിങ്ങനെ നോക്കണം. ഭയങ്കര റിസ്ക്കി അവിടെ അല്ലേ, മുകളിൽ നിന്നൊക്കെ വണ്ടി വന്നിട്ട് നമ്മൾ അറിയൂലേ. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒന്നും ശരിക്കും പറഞ്ഞാൽ ഈ നടുവിൽ കൂടെ ഒരു ഡിവൈഡറൊന്നും ഇല്ല. അപ്പം ഭയങ്കരമായിട്ട് മെല്ലെ പോകുന്ന ഏറ്റവും സേഫ്. അപ്പം ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് ആ ഏരിയ എത്തി. അപ്പോൾ ഇവിടുത്തെ വീടുകളൊക്കെ ഇങ്ങനെയാണ്, ഈ ഒരു സ്റ്റൈലാണ് കണ്ടോ വീടുകളൊക്കെ. നമ്മൾ ഓൾമോസ്റ്റ് അവിടെയൊക്കെ എത്താറായി ഈ ഏരിയ. അപ്പോൾ ഏകദേശം ഈ ഒരു സ്റ്റൈൽ വീടുകളാണ്. കണ്ടില്ലേ, ഇതൊക്കെ കണ്ടില്ലേ, നല്ല രസമുള്ള, നല്ല ബ്യൂട്ടിഫുൾ അല്ലേ, നല്ല സ്റ്റോൺ വർക്ക് ഒക്കെ ചെയ്ത് ഫ്രണ്ടിൽ പല പാറ്റേൺസ് ആണ് ഇവിടുത്തെ വീടുകൾ. ചിലത് സ്റ്റോൺ ഉണ്ടാകാം, നമുക്ക് സെലക്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വീട് പണിയുന്ന സമയത്ത് മേടിക്കുവാണെങ്കിൽ, ന്യൂ ഹോമായിട്ട് മേടിക്കുവാണെങ്കിൽ നമുക്ക് പാറ്റേൺ ഡിസൈഡ് ചെയ്യാം ഏതാ നമുക്ക് വേണ്ടതെന്ന്. കുറേ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ പറ്റും നമ്മൾ പുതിയ വീട് മേടിക്കുവാണെങ്കിൽ. കണ്ടോ, നല്ല ഇതൊക്കെ ഒരു ബ്രിക്ക് സ്റ്റൈലാണ്. അവിടെയൊക്കെ ടെസ്ലയുണ്ട് കണ്ടില്ലേ ആ വീട്ടിലൊക്കെ. അപ്പോൾ ശരി ഗൈസ്, അപ്പോൾ എന്തായാലും എൻജോയ് യുവർ ടൈം. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം. അതൊക്കെ ഒരു അടിപൊളി വീടാണ്. അപ്പോൾ ശരി, സൈനിങ് ഓഫ്, ബൈ.